Hello students, welcome back to Excel My Learning. നമ്മൾ ഇന്ന് SSLC മാത്തമാറ്റിക്സ് ക്രിസ്മസ് എക്സാമിനുള്ള ഒരു സ്പെഷ്യൽ റിവിഷൻ ക്ലാസ്സുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഓൾറെഡി നമ്മൾ ഇതിൻ്റെ ഒരു സെഷൻ കഴിഞ്ഞിട്ടുണ്ട്. 2 ചാപ്റ്റേഴ്സ് നമ്മൾ അവിടെ ഡിസ്കസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൽ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സും അതേപോലെ തന്നെ പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സെഷൻ കാണാത്തവർ ഈ ഒരു ക്ലാസ് കണ്ട ശേഷം ഉടനെ പോയിട്ട് കാണുക. അവിടെ നമ്മൾ ട്രിഗ്നോമെട്രി അഥവാ ത്രികോണമിതി എന്ന ചാപ്റ്ററും കോർഡിനേറ്റ്സ് അഥവാ സൂചക സംഖ്യകൾ എന്നുള്ള 2 ചാപ്റ്റേഴ്സ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു സെഷനിലൂടെ ഇനി നമ്മൾ അടുത്തതായിട്ട് നോക്കാൻ പോകുന്ന ചാപ്റ്റേഴ്സ് എന്ന് പറയുന്നത് പോളിനോമിയൽസ് ആൻഡ് ഇക്വേഷൻസ് അഥവാ ബഹുപദങ്ങളും സമവാക്യങ്ങളും എന്നുള്ള ചാപ്റ്ററും അതേപോലെ തന്നെ ജോമെട്രി ആൻഡ് അൾജിബ്ര ജ്യാമിതികളും ബീജഗണിതവും എന്നുള്ളൊരു ചാപ്റ്ററും ഈ 2 ചാപ്റ്റേഴ്സ് നമ്മൾ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. സോ എല്ലാവരും നല്ല അടിപൊളിയായിട്ട് ഉഷാറായിട്ട് റെഡി ആയിട്ട് ഇരിക്കുക. സോ നമുക്ക് ഫസ്റ്റ് പോളിനോമിയൽസ് ആൻഡ് ഇക്വേഷൻസ് എന്ന പാർട്ടിൽ എന്തൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാനുള്ളത് എന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഓക്കെ, സോ ക്ലാസ്സിൽ സ്റ്റാർട്ടിങ് തന്നെ നമ്മുടെ SCRT-യിൽ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് തരുന്നുണ്ട്. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് 43 × 47 കണ്ടുപിടിക്കാൻ, അല്ലെങ്കിൽ 63 × 67 കണ്ടുപിടിക്കാൻ പറയുന്നുണ്ട്. ഇതൊക്കെ നമുക്ക് ഡയറക്റ്റ് വേണേൽ മൾട്ടിപ്ലൈ ചെയ്ത് കണ്ടുപിടിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എളുപ്പമായിട്ട് ചെയ്യാൻ, ഈസി ആയിട്ട് ചെയ്യാൻ നമുക്ക് എന്ത് ചെയ്യാം, 43 × 47 ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം, 40 + 3 × 40 + 7 എന്ന് എഴുതാം. ഓക്കെ, ഇപ്പോൾ നമുക്ക് കുറച്ചുകൂടെ എളുപ്പത്തിൽ കണ്ടുപിടിക്കാം. ഡയറക്റ്റ് മൾട്ടിപ്ലൈ ചെയ്യുന്നതിനേക്കാളും ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം, 40 × 40 ചെയ്യും അല്ലേ, ദാറ്റ് ഈസ് 40² പ്ലസ് പിന്നെ നമ്മൾ എന്ത് ചെയ്യും 40 × 7 പ്ലസ് 40 × 7 പ്ലസ് അതേപോലെ തന്നെ 40 × 40 ചെയ്ത് 40 × 7 ചെയ്ത് അതേപോലെ ഇനി അത് 3 × 40 ചെയ്യുക, 3 × 7 ചെയ്യാം. യെസ്, അപ്പം പ്ലസ് 40 × 3 പ്ലസ് 3 × 7 സോറി 37 അല്ല 3 × 7. ഓക്കെ, സോ ഇവിടെ നിന്ന് നമുക്ക് ആ ഒരു ആൻസറിലേക്ക് എത്താൻ പറ്റും. 40², 4ൻ്റെ സ്ക്വയർ എത്രയാണ്, 4ൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് 16 ആണ്. ഇപ്പം 40ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 16 കഴിഞ്ഞിട്ട് സ്ക്വയറിൽ 0 വരുമ്പോൾ നമുക്ക് അതായത് നമ്പറിൽ ഒരു 0 ആണെങ്കിൽ അതിൻ്റെ സ്ക്വയറിൽ 2 0 ഉണ്ടാവും. 1600 പ്ലസ് 7 × 40. ഓക്കെ, 7 × 40 ചെയ്യാൻ 7 × 4 ചെയ്യുക, 28 ആണ്, കൂടെ ഒരു 0 കൂടെ കൊടുക്കുക, പ്ലസ് 3 × 40 × 3 40 × 3 ചെയ്യുമ്പോൾ 3 × 4 എത്രയാണ്, 12. അപ്പോൾ 12ൻ്റെ കൂടെ ഒരു 0യും കൂടെ കൊടുക്കുക. യെസ്, അപ്പം 120 പ്ലസ് 3 × 7 3 × 7 21 ആണ്. അപ്പോൾ ഇവിടെ എത്ര ആൻസർ കിട്ടും, 1600ഉം 1600ഉം യെസ് 280ഉം 1880 1880ഉം 2000 എന്ന് വരും. 2000 2021 2021 എന്ന് വരും. ഓക്കെ, ഇപ്പോൾ നമുക്ക് ഈ ഒരു രീതിക്ക് നമുക്ക് ചെയ്യാൻ പറ്റും അല്ലേ, ഡയറക്റ്റ് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യേണ്ട ആവശ്യം ഇവിടെ വരുന്നില്ല. ഇതിൽ കുറച്ച് സ്പീഡായിട്ട് നമുക്ക് വേണമെങ്കിൽ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ് ഈ ഒരു മെത്തേഡ് അറിയുന്നവർക്ക്. അപ്പോൾ അതിനെ ജനറൽ ആയിട്ട് ഇവിടെ പറഞ്ഞിട്ടുണ്ട്, x + y × u + v = xu + xv + yu + yv. അതാണ് നമ്മളിവിടെ ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇനി അത് ഇവിടെ ചെയ്തിരിക്കുന്നത് നമ്മൾ ഏത് ഫോമില, 40 + 3 × 40 + 7. 40ലേക്ക് രണ്ടിലും 40 ഉണ്ട്, 40 + 3 ഉണ്ട്, 40 + 7 ഉണ്ട്. 40ലേക്ക് ഓരോന്ന് ആഡ് ചെയ്യുന്നതാണ്, 40ലേക്ക് +3 ആഡ് ചെയ്യുന്നുണ്ട്, +7 ആഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അതിനെ നമുക്ക് ഒരു പോളിനോമിയൽ ആയിട്ട് പറയാം. യെസ്, പോളിനോമിയൽ എന്ന് പറഞ്ഞാൽ ഈ 40ക്ക് പകരം നമ്മളിവിടെ x എടുത്താൽ എന്ത് സംഭവിക്കും, x + 3 × x + 7 എന്നാവും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവിടെ ഒരു എക്സാമ്പിൾ നോക്കാം, x + 1 × x + 2 ഫോമിൽ ഇവിടെ ഒരു ഇക്വേഷൻ ഉണ്ട്. ഓക്കെ, x + 1 × x + 2. യെസ്, അപ്പോൾ അതിനെ നമ്മൾ ഇതേപോലെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും, x + 1 × x + 2 ചെയ്യുമ്പോൾ x × x x² പ്ലസ് x × 2 2x x² പ്ലസ് 2x പ്ലസ് x² പ്ലസ് 2x പ്ലസ് പിന്നെന്താ 1 × x x പ്ലസ് x പിന്നെ ഒരു 1 × 2 ഉണ്ട്, സോ പ്ലസ് 2 എന്ന് വരും. സോ അപ്പോൾ ഇവിടെ x² പ്ലസ് 3x പ്ലസ് 2 എന്ന് വരും. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കാം, x² പ്ലസ് 3x പ്ലസ് 2, അതായത് x² പ്ലസ് 3 എന്ന് പറഞ്ഞാൽ എന്താ 1 + 2 ആണ് അല്ലേ. അപ്പോൾ x² പ്ലസ് 3 എന്ന് പറഞ്ഞാൽ ഈ 1 + 2 × x ആണ്. ഓക്കെ, പ്ലസ് 2 എന്ന് പറഞ്ഞാൽ 1 × 2 ആണ്. ഓക്കെ, അപ്പോൾ അത് ഏത് ഫോമിലാണ്, അപ്പോൾ അതിനൊന്ന് ജനറലൈസ് ചെയ്ത് നമ്മൾ എഴുതിയിരിക്കുന്ന ഫോമാണിത്, x + a + x + a × x + b = x² പ്ലസ് a + b × x + ab. ഓക്കെ, അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫോർമുല, ഒരു ഐഡൻറ്റിറ്റി ആണ് ഇതെന്ന് പറയാം. x + a × x + b = x² പ്ലസ് a + b × x + ab എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ജസ്റ്റ് ഈ ഒരു പോളിനോമിയലിനൊന്ന് നമുക്ക് കണ്ടുപിടിച്ച് നോക്കാം എങ്ങനെയാണ് ഇതിൻ്റെ പ്രൊഡക്റ്റ് വരിക. ഫൈൻഡ് ദി ഫോളോയിങ് പ്രൊഡക്ട്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ x + 2 ×
എക്സ് പ്ലസ് 5 ചെയ്യാം. യെസ്, അപ്പോൾ എന്ത് വരും? നമുക്കറിയാം എക്സ് സ്ക്വയർ പ്ലസ് എക്സ് പ്ലസ് എ ഇൻറ്റു എക്സ് പ്ലസ് ബി എന്ന് പറയുമ്പോൾ ഇത് എക്സ് പ്ലസ് എ ഇൻറ്റു എക്സ് പ്ലസ് ബി ഫോമിലാണെങ്കിൽ എങ്ങനെയാണ് നമുക്കറിയാം, ദിസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് എ പ്ലസ് ബി ഇൻറ്റു എക്സ് പ്ലസ് എ ബി ആണ്. ഓക്കെ, അപ്പോൾ അതേപോലെ നമ്മൾ ഇവിടെ എഴുതുകയാണെങ്കിൽ എന്താണ്, എ പ്ലസ് ബി എന്ന് പറയുമ്പോൾ എന്താ 2 + 5 എത്രയാ 7x. ഓക്കെ, 7x പ്ലസ് എ ഇൻറ്റു ബി. ഓക്കെ, ഫൈനൽ എ ഇൻറ്റു ബി ആണ്, ദാറ്റ് ഈസ് 2 × 5. 2 × 5 എന്ന് പറയുമ്പോൾ 10. യെസ്, അപ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് 7x പ്ലസ് 10 എന്നൊരു ഫോമിലേക്ക് ഇതിനെ നമുക്ക് പെട്ടെന്ന് തന്നെ എളുപ്പത്തിൽ എഴുതാൻ വേണ്ടി സാധിക്കുന്നതാണ് അല്ലേ. നമ്മൾ ഫുള്ളായിട്ട് ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യാനൊന്നും പോകണ്ട. ഓക്കെ, ഇവിടെ നിന്ന് തന്നെ ഡയറക്റ്റ് എക്സ് സ്ക്വയർ പ്ലസ് 7x പ്ലസ് 10 എന്ന് പറയാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ എക്സ് പ്ലസ് 2 × x - 5 എന്തായിരിക്കും? എക്സ് പ്ലസ് 2 × x - 5 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? എക്സ് സ്ക്വയർ. യെസ്, ജസ്റ്റ് എക്സ് സ്ക്വയർ പ്ലസ് പിന്നെന്താ എ പ്ലസ് ബി എന്ന് പറയുമ്പോൾ +2 - 5 +2 + -5 +2 + -5 വരുമ്പോൾ +2 - 5 എന്ന് വരും. ഓക്കെ, +2 - 5 ഇൻറ്റു എക്സ് ആയിരിക്കും പ്ലസ് പിന്നെന്താ വരിക 2 × -5. ഓക്കെ, അപ്പോൾ അവിടെ മൈനസ് നെഗറ്റീവ് വരുമ്പോൾ നിങ്ങൾ എന്താണ് അവിടെ പ്രത്യേകം ശ്രദ്ധിക്കണം. ആ നെഗറ്റീവ് അവിടെ കൺസിഡർ ചെയ്യണം അല്ലേ. ഇവിടെ എക്സ് പ്ലസ് എ എക്സ് പ്ലസ് ബി എന്ന ഫോമുല ആയതുകൊണ്ടാണ് എ പ്ലസ് ബി ഇൻറ്റു എക്സ് വന്നത്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒന്ന് നെഗറ്റീവ് വന്നാൽ ആ നെഗറ്റീവ് അവിടെ നമ്മൾ എടുക്കണം. ഓക്കെ, അപ്പോൾ ഇവിടെ 2 - 5 ഇൻറ്റു എക്സ് എന്ന് എഴുതണം. അതേപോലെ അടുത്തത് എന്താ വരുന്നത് 2 × -5 ദാറ്റ് ഈസ് -10. അപ്പോൾ നിങ്ങൾ നോക്കുക എക്സ് സ്ക്വയർ പ്ലസ് 2 - 5 എന്ന് പറഞ്ഞാൽ -3 ഇൻറ്റു എക്സ് പ്ലസ് -10 എന്ന് പറഞ്ഞാൽ -10. അപ്പോൾ നമുക്ക് ഫൈനലി എക്സ് സ്ക്വയർ പ്ലസ് മൈനസ് എന്ന് പറഞ്ഞാൽ മൈനസ് ആണ്, -3x -10 എന്ന് കിട്ടും. അതാണ് ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത്. എക്സ് സ്ക്വയർ -3x -10 എന്നായിരിക്കും ആ ഫൈനൽ ആൻസർ വരാം. ഇവിടെ ആണെങ്കിൽ അടുത്തൊരു കേസ് നോക്കിയാൽ എക്സ് സ്ക്വയർ പ്ലസ് അടുത്തത് മൂന്നാമത്തത്, ഇത് നമ്മൾ രണ്ടാമത്തതാണ് ചെയ്തത്. ദിസ് ഇസ് ഫസ്റ്റ് വൺ. തേർഡ് വണ്ണിൻ്റെ ആൻസർ എക്സ് സ്ക്വയർ പ്ലസ് ചെയ്ത് നോക്കിയേ -2 + 5 -2 + 5 ചെയ്യുമ്പോൾ നമുക്ക് 3 എന്ന് വരും. അപ്പോൾ 3x പ്ലസ് -2 × 5 ദാറ്റ് ഈസ് 10. -2 × 5 -2 × 5 ചെയ്യുമ്പോൾ 10 എന്ന് വരും. ഓക്കെ, അപ്പോൾ മൂന്നാമത്തേതിൻ്റെ ആൻസർ ഈസി ആയിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് എഴുതാൻ പറ്റും അല്ലേ. അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വന്നാൽ നിങ്ങൾ എന്താണ് അടിപൊളിയായിട്ട് അങ്ങനെ ഈ പറഞ്ഞൊരു രീതിയിൽ ഈ ഒരു ഫോമുല യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതിൻ്റെ കുറച്ചുകൂടി അടുത്തൊരു ടൈപ്പാണ് പറയുന്നത് എക്സ് പ്ലസ് എ ഇൻറ്റു എക്സ് മൈനസ് ബി ആണെങ്കിൽ എക്സ് സ്ക്വയർ പ്ലസ് എ മൈനസ് ബി ഇൻറ്റു എക്സ് മൈനസ് എ ബി എന്നായിരിക്കും. എക്സ് മൈനസ് എ ഇൻറ്റു എക്സ് മൈനസ് ബി ആണെങ്കിൽ എക്സ് സ്ക്വയർ മൈനസ് എ പ്ലസ് ബി എക്സ് പ്ലസ് എ ബി ആയിരിക്കും. ഓക്കെ, പക്ഷേ അത് നിങ്ങൾ മെമ്മറൈസ് ചെയ്യണമെന്ന് നിർബന്ധമില്ല. ഇവിടെ നിങ്ങൾ ഇത് പഠിച്ചു വെച്ചാൽ തന്നെ നിങ്ങൾക്ക് ഈസി ആയിട്ട് ക്വസ്റ്റ്യൻസ് ഒക്കെ ഇങ്ങനത്തെ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരികയാണെങ്കിൽ ആൻസേഴ്സ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ, സോ അടുത്തൊരു ടോപ്പിക്കിലേക്ക് നമുക്ക് പോകാം. ഫസ്റ്റ് അടുത്ത പോളിനോമിയൽ ഫാക്ടേഴ്സ്. ഓക്കെ, ഇപ്പോൾ നമ്മൾ കണ്ടതൊക്കെ എന്താണ്, ഈ ഒരു നമ്പറിന് നമ്മൾ ഇവിടെ ഇപ്പോൾ 43 47 എന്നുള്ള ഇതിനെ 40ൽ നമ്മൾ എക്സ് കൊടുക്കുകയാണെങ്കിൽ ഇവിടെ 14 എക്സ് കൊടുക്കുകയാണെങ്കിൽ എങ്ങനെയുള്ള ഫോമുല ആയിരിക്കും എന്ന് വരാമെന്നാണ് നമ്മൾ ഇവിടെ കണ്ടിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ എക്സ് സ്ക്വയർ ഒക്കെ വരുന്ന ഈ ഒരു എക്സ്പ്രഷനെ നമ്മൾ പറയുന്നതാണ് പോളിനോമിയൽ അല്ലെങ്കിൽ ബഹുപദം എന്ന് പറയും. ഇപ്പോൾ ഇവിടെ പോളിനോമിയൽ ഫാക്ടേഴ്സ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ നിങ്ങൾ നോക്കുക, ഇവിടെ നിങ്ങൾക്ക് രണ്ട് സംഭവങ്ങൾ എക്സ് പ്ലസ് എ ഇൻറ്റു എക്സ് പ്ലസ് ബീനെ നമ്മൾ എക്സ് സ്ക്വയർ പ്ലസ് എ പ്ലസ് ബി എക്സ് പ്ലസ് എ ബി ആ ഒരു ഫോമിലേക്ക് മാറ്റാണ് ചെയ്തത്. അടുത്തൊരു പോളിനോമിയൽ ഫാക്ടേഴ്സ് കണ്ടുപിടിക്കാൻ പറയുമ്പോൾ നിങ്ങൾ അതിൻ്റെ നേരെ റിവേഴ്സ് ആണ് ചെയ്യേണ്ടത്. നിങ്ങൾക്ക് ഇതുപോലത്തെ എക്സ്പ്രഷൻ തരും, എക്സ് സ്ക്വയർ പ്ലസ് 5x പ്ലസ് 6 എന്നുള്ള ഒരു ടേംസിൽ നിങ്ങൾക്ക് ആ ഒരു ക്വസ്റ്റ്യൻ തരും. എന്നിട്ട് അതിനെ ഫാക്ടേഴ്സ് ആക്കിയിട്ട് എഴുതാൻ പറയും. ക്യാൻ വി റൈറ്റ് എക്സ് സ്ക്വയർ പ്ലസ് 5x പ്ലസ് 6 ആസ് ദി പ്രൊഡക്റ്റ് ഓഫ് 2 ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽസ്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു തന്നിരിക്കുന്ന ഒരു എക്സ്പ്രഷനെ നമുക്ക് രണ്ട് ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽസിൻ്റെ ഗുണനഫലമായിട്ട് എഴുതാൻ അവിടെ ചോദിക്കും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് തന്നു എക്സ് സ്ക്വയർ പ്ലസ് 5x പ്ലസ് 6. ഓക്കെ, നേരത്തെ നമ്മൾ ഇതിനെ ഈ തന്നിരിക്കുന്നതിനൊക്കെ മാറ്റിയിട്ട് എന്താ ചെയ്ത് ഈ ഒരു ഫോമിലേക്ക് ആക്കി, എക്സ് സ്ക്വയർ ഉള്ള ആ ഒരു ഫോമിലേക്ക് ആക്കിയെങ്കിൽ ഇവിടെ നേരെ തിരിച്ച് ചെയ്യാനാണ് പറഞ്ഞത്. അങ്ങനെ തിരിച്ച് ചെയ്യുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് നോക്കാം. ഓക്കെ, ഫസ്റ്റ് ഇതിനെ എന്ത് ഫോമിലേക്ക് ആക്കണം, എക്സ് പ്ലസ് എ ഇൻറ്റു എക്സ് പ്ലസ് ബി ഈ ഒരു ഫോമിലേക്കാണ് നമ്മൾ ആക്കേണ്ടത്. ഓക്കെ, ഇവിടെ നിങ്ങൾ നോക്കിയാൽ എക്സ് പ്ലസ് എ ഇൻറ്റു എക്സ് പ്ലസ് ബി ഈ ഒരു ഫോമിലേക്ക് ആക്കുകയാണ് ചെയ്യേണ്ടത്. സോ ഇവിടെ അതിന് വേണ്ടിയിട്ട് ഇവിടെ നമുക്കറിയാം എക്സ് പ്ലസ് എ ഇൻറ്റു എക്സ് പ്ലസ് ബി എന്ന് പറഞ്ഞാൽ എന്താ, എക്സ് പ്ലസ് എ ഇൻറ്റു എക്സ് പ്ലസ് ബി എന്ന് പറഞ്ഞാൽ എക്സ് സ്ക്വയർ പ്ലസ് എ പ്ലസ് ബി ഇൻറ്റു എക്സ് പ്ലസ് എ ബി ആണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഈ ഒരു ഇതും കമ്പയർ ചെയ്യുക, അല്ലെങ്കിൽ ഇത് ഇവിടെ എഴുതാം എക്സ് സ്ക്വയർ പ്ലസ് 5x പ്ലസ് 6. അപ്പോൾ ഇവിടെ കമ്പയർ ചെയ്യാം. എക്സ് സ്ക്വയർ ഓക്കെ അവിടെ ഉണ്ട്, എ പ്ലസ് ബി ഇൻറ്റു എക്സ് ആണ് ഇവിടെ
ഇവിടെ എന്താ 5 ഇൻറ്റു എക്സ്. അപ്പോൾ എ പ്ലസ് ബി ഈക്വൽ ടു 5 ആയിരിക്കണം. ഓക്കെ, അങ്ങനെ നമ്മൾ എഴുതാൻ വേണ്ടിയിട്ട് എ പ്ലസ് ബി ഈക്വൽ ടു 5 ആയിരിക്കണം. അതേപോലെ തന്നെ എ ബി എന്ന് പറയുന്നത് എന്തായിരിക്കും? 6 ആയിരിക്കണം. യെസ്, എ ബി എന്ന് പറയുന്നത് 6 ആയിരിക്കണം. ഓക്കെ, അപ്പോൾ രണ്ട് നമ്പേഴ്സ് നമ്മൾ കണ്ടുപിടിക്കണം. എയും ബിയും എന്ന് പറഞ്ഞാൽ രണ്ട് നമ്പേഴ്സ് അവിടെ നമ്മൾ കണ്ടുപിടിക്കണം. അതിൽ എ പ്ലസ് ബി ചെയ്യുമ്പോൾ നമുക്ക് ആ രണ്ട് നമ്പേഴ്സ് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 5 കിട്ടണം അല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഒരു ഫോമിലേക്ക് എഴുതാൻ പറ്റുള്ളൂ. ആ രണ്ട് നമ്പേഴ്സ് കണ്ടുപിടിക്കണം. എയും ബിയും കണ്ടുപിടിച്ചാലേ ഈ ഒരു ഫോമാറ്റിൽ നമുക്ക് എഴുതാൻ പറ്റുള്ളൂ. അങ്ങനെയാണെങ്കിൽ എയും ബിയും അവിടെ കണ്ടുപിടിക്കണം. അപ്പോൾ എ പ്ലസ് ബി ചെയ്യുമ്പോൾ നമുക്ക് 5 കിട്ടണം. അതേപോലെ എ ബി, ആ രണ്ട് നമ്പേഴ്സിൻ്റെ ഗുണിക്കുമ്പോൾ നമുക്ക് 6ഉം കിട്ടണം. അപ്പോൾ ഏതൊക്കെ ആയിരിക്കും നമ്പേഴ്സ്? ഏതൊക്കെ ചെയ്താലും നമുക്ക് അങ്ങനെ രണ്ട് നമ്പേഴ്സ് കിട്ടാൻ ചാൻസ് ഉള്ളത്? സപ്പോസ് ഏതൊക്കെയാണ്? 2ഉം 3ഉം ആയിരിക്കും അല്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കുക. രണ്ട് നമ്പേഴ്സ് 2ഉം 3ഉം ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 5 കിട്ടും, 5 കിട്ടും. 2, 3 ആഡ് ചെയ്യുമ്പോൾ 5 കിട്ടും. 2 ഇൻറ്റു 3 ചെയ്യുമ്പോൾ നമുക്ക് 6ഉം കിട്ടും. അപ്പോൾ 2 and 3 ആണ് ആ നമ്പേഴ്സ്. അപ്പോൾ എ ഈസ് ഈക്വൽ ടു 2 ആൻഡ് ബി ഈസ് ഈക്വൽ ടു 3 ആയിരിക്കും. അല്ലെങ്കിൽ എ 3 എന്ന് എടുക്കാം, ബി 2 എന്ന് എടുക്കാം. രണ്ടായാലും കണക്ക് തന്നെയാണ്, ഈക്വൽ ആണ്. സോ എ ഈക്വൽ ടു 2, ബി ഈക്വൽ ടു 3 എന്ന് ഞാൻ എടുക്കുകയാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എനിക്ക് ഇതിനെ മാറ്റിയിട്ട് എങ്ങനെ എഴുതാം? എക്സ് പ്ലസ് 2 ഇൻറ്റു എക്സ് പ്ലസ് 3. ഓക്കെ, എക്സ് പ്ലസ് 2 ഇൻറ്റു എക്സ് പ്ലസ് 3 എന്നൊരു ഫോമിലേക്ക് എഴുതാം. അല്ലെങ്കിൽ എക്സ് സ്ക്വയർ പ്ലസ് 5x പ്ലസ് 6 ഈക്വൽ ടു എക്സ് പ്ലസ് 2 ഇൻറ്റു എക്സ് പ്ലസ് 3 എന്ന് പറയാം. ഇനി നിങ്ങൾ ജസ്റ്റ് ഇത് വെറുതെ ഒന്ന് ഗുണിച്ച് നോക്കിയാലും നിങ്ങൾക്ക് എന്ത് തന്നെ കിട്ടും? എക്സ് സ്ക്വയർ പ്ലസ് 5x പ്ലസ് 6 എന്ന് കിട്ടും. സോ ഇങ്ങനെ ഫാക്ടേഴ്സ് ആക്കി മാറ്റാൻ പറഞ്ഞാൽ എന്ത് ചെയ്യുക? ഈ ഒരു ഫോമിലേക്ക് മാറ്റുക. അപ്പോൾ നിങ്ങൾ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണിത്. ഇതിൽ ഞാൻ ജസ്റ്റ് ഈ ഒരു ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. എക്സ് സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ മൈനസ് എക്സ് മൈനസ് 6, എക്സ് സ്ക്വയർ മൈനസ് എക്സ് മൈനസ് 6. ഇതിനെ നമ്മൾ എന്ത് ഫോമിലേക്ക് ആക്കണം? നമുക്കറിയാം എക്സ് പ്ലസ് എ ഇൻറ്റു എക്സ് പ്ലസ് ബി. ഈ ഒരു ഫോമിലേക്കാണ് ആക്കി മാറ്റേണ്ടത്. യെസ്, അപ്പോൾ ഇവിടെ എന്തായിരിക്കണം? നമുക്കറിയാം എ പ്ലസ് ബി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കണം? എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് ആയിരിക്കണം എ പ്ലസ് ബി. സോ എ പ്ലസ് ബി എന്തായിരിക്കണം? സീക്വൽ ടു, ഇവിടെ എക്സിൻ്റെ കൂടെ ഉള്ളത് ആരാ? എക്സിൻ്റെ കൂടെ ഉള്ളത് മൈനസ് എക്സ് എന്നുള്ളത്. അപ്പോൾ -1 ആണ് എക്സിൻ്റെ കൂടെ ഉള്ളത്. ഓക്കെ, -x എന്ന് കൊടുത്താൽ -1 ആയിരിക്കും എക്സിൻ്റെ കൂടെ ഉള്ളത്. അല്ലെങ്കിൽ +x ആണെങ്കിൽ +1 ആയിരിക്കും എക്സിൻ്റെ കൂടെ ഉള്ള ആൾ. സോ എ പ്ലസ് ബി ഈസിക്കൽ -1ഉം എ ബി എന്ന് പറഞ്ഞാൽ ഈ ലാസ്റ്റത്തെ ടേം എത്രയാണ്? -6 ആണ് അല്ലേ? എ ബി എന്ന് പറഞ്ഞാൽ ഇവിടെ +6 ആയിരുന്നു, ഇവിടെ എ ബി എന്തായിരിക്കണം? -6 ആണ്. ഓക്കെ, സോ -6. അപ്പോൾ നിങ്ങൾ നോക്കുക, എ പ്ലസ് ബി ചെയ്യുമ്പോൾ -1 കിട്ടണം, എ ബി ചെയ്യുമ്പോൾ -6 കിട്ടണം. രണ്ട് നമ്പേഴ്സ് നിങ്ങൾ കൂട്ടുമ്പോൾ നമുക്ക് -1 കിട്ടണം. രണ്ട് നമ്പേഴ്സ് ഗുണിക്കുമ്പോൾ നമുക്ക് -6 കിട്ടണം. യെസ്, ഏതൊക്കെ ആയിരിക്കും രണ്ട് നമ്പേഴ്സ്? കൂട്ടുമ്പോൾ -1ഉം ഗുണിക്കുമ്പോൾ -6ഉം. സപ്പോസ് 2ഉം 3ഉം നമ്മൾ ഗുണിക്കുമ്പോൾ -6, -2 ഒന്നെങ്കിൽ -2 അല്ലെങ്കിൽ 3, അല്ലെങ്കിൽ 2, -3. ഈ രണ്ട് നമ്പേഴ്സ് -2ഉം 3ഉം ഗുണിച്ചാലും -6 കിട്ടും, 2ഉം -3ഉം ഗുണിച്ചാലും -6 എന്ന് കിട്ടും. പക്ഷെ ഇതിൽ ഏത് കൂട്ടുമ്പോഴാണ് നമുക്ക് -1 കിട്ടുക? ഏത് രണ്ട് നമ്പേഴ്സ് കൂട്ടുമ്പോഴാണ് നമുക്ക് -1 കിട്ടുക? 2 and -3 കൂട്ടുമ്പോഴാണ് നമുക്ക് -1 കിട്ടുക. അപ്പോൾ ഇതായിരിക്കും നമ്മൾ കറക്റ്റായിട്ട് എടുക്കേണ്ട പേരെന്ന് മനസ്സിലാക്കാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എ ഈസ് ഈക്വൽ ടു 2 ആയിരിക്കും, ബി ഈസ് ഈക്വൽ ടു -3 ആയിരിക്കും. അപ്പോൾ ഈ രണ്ട് നമ്പേഴ്സ് എടുക്കാം. എ 2 എടുത്താൽ നമുക്ക് എന്ത് കിട്ടും? എ 2ഉം ബി -3 എടുത്താൽ 2 + -3 എന്ന് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? -1 കിട്ടും. ഓക്കെ, 2 ഇൻറ്റു -3 ചെയ്യുമ്പോൾ -6ഉം കിട്ടും. അപ്പോൾ എ 2 ആണ്, ബി -3 ആണെന്ന് മനസ്സിലാക്കുക. അങ്ങനെയാണെങ്കിൽ എക്സ് സ്ക്വയർ മൈനസ് എക്സ് മൈനസ് 6നെ നമുക്ക് എങ്ങനെ പറയാം? എക്സ് പ്ലസ് 2. ഓക്കെ, ഈ എ എന്ന് കിട്ടിയതിനെ നമുക്ക് എന്താക്കാം? എക്സ് പ്ലസ് എ ആണ്, സോ എക്സ് പ്ലസ് 2 എന്ന് വരും. എക്സ് പ്ലസ് ബി എന്നുള്ളടത്ത് എക്സ് പ്ലസ് -3, ദാറ്റ് ഈസ് എക്സ് -3. ഓക്കെ, അപ്പോൾ ഈ ഒരു ഫോമിനെ നമുക്ക് എക്സ് പ്ലസ് 2 ഇൻറ്റു എക്സ് -3 എന്നൊരു ഫോമിലേക്ക് നമുക്ക് എഴുതാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്, അത് മനസ്സിലാക്കാം. ഓക്കെ, ഇനി ഇവിടെ നോക്കാം. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ നിങ്ങൾ തന്നെ ചെയ്ത് നോക്കുക. ഈ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾ ചെയ്ത് നോക്കുക. ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഈ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. എക്സ് സ്ക്വയർ പ്ലസ് 4x മൈനസ് 221. എക്സ് സ്ക്വയർ, അടുത്ത ക്വസ്റ്റ്യൻ ഞാൻ ഇപ്പോൾ 3 എന്ന് കൊടുക്കുകയാണ്. എക്സ് സ്ക്വയർ പ്ലസ് 4x മൈനസ് 221. ഇങ്ങനെ ഒരു പോളിനോമിയൽ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ബഹുപദമാണ് തന്നിട്ടുള്ളത്. അപ്പോൾ എ പ്ലസ് ബി എന്തായിരിക്കണം? ഇതിനെ നമ്മൾ ഫാക്ടറൈസ് ചെയ്യാൻ പോവാണ്, അല്ലെങ്കിൽ രണ്ട് ഫാക്ടേഴ്സിൻ്റെ ഗുണനഫലമായിട്ട് നമ്മൾ എഴുതാൻ പോവുകയാണെങ്കിൽ എ പ്ലസ് ബി എന്തായിരിക്കും? 4 ആയിരിക്കും അല്ലേ? ഒബ്വിയസ്ലി എ പ്ലസ് ബി എന്ന് പറയുന്നത് ഈ എക്സിൻ്റെ കൂടെയുള്ള നമ്പർ ആയിരിക്കും, 4 ആയിരിക്കും. എ ബി എന്താണ് ഇവിടെ? എ ബി എന്ന് പറയുന്നത് -221.
നിങ്ങൾ നോക്കുക -221 ആണ്. ഇതുവരെ നമുക്ക് കിട്ടിയതൊക്കെ AB6 അല്ലെങ്കിൽ AB-6 ചെറിയ ചെറിയ നമ്പേഴ്സ് ആയിരുന്നു. നമുക്ക് ഈസി ആയിട്ട് ആ പെയറിനെ അവിടെ എയും ബിയും ഏതെന്ന് നമുക്ക് നോക്കിയിട്ട് തന്നെ പറയാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് നമ്പേഴ്സ് ആണ് ഇതുവരെ കിട്ടിയതെങ്കിൽ ഇപ്പോൾ നിങ്ങൾ നോക്കുക AB എന്ന് പറയുന്നത് -221 ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ നമുക്കിപ്പോൾ ജസ്റ്റ് നോക്കിയിട്ട് ഈ നമ്പേഴ്സ് ഏതൊക്കെയാണെന്ന് പറയാൻ കുറച്ചൊരു ബുദ്ധിമുട്ടാണ് അല്ലേ? അങ്ങനത്തെ കേസിൽ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇവിടെ നമുക്ക് A+B = 4 ഉണ്ട്, AB = -221 ഉണ്ട്. അങ്ങനെയാണെങ്കിൽ A-B നമുക്ക് കണ്ടുപിടിക്കാം. A+Bയും AB-യും നമുക്ക് തന്നാൽ A-B കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ് A-B ഹോൾ സ്ക്വയർ = A+B ഹോൾ സ്ക്വയർ -4AB. ഓക്കെ, A-B ഹോൾ സ്ക്വയർ = A+B ഹോൾ സ്ക്വയർ -4AB ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ജസ്റ്റ് ആ ഒരു A-B കണ്ടുപിടിക്കാം. അപ്പോൾ A-B ഹോൾ സ്ക്വയർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം A+B ഹോൾ സ്ക്വയർ -4AB ആണ്. സോ A-B ഹോൾ സ്ക്വയർ നമ്മൾ കണ്ടുപിടിക്കണം. A+B എന്ന് പറഞ്ഞാൽ 4 ആണ്. അപ്പോൾ 4 സ്ക്വയർ -4 into AB. 4 into AB എന്ന് പറയുമ്പോൾ 4 into -221. AB എന്ന് പറഞ്ഞാൽ -221 ആണ്. അപ്പോൾ -4 into -221. ഓക്കെ, -221. യെസ്. സോ ഇവിടെ 4 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 16 എന്ന് വരും. -4 into 221. 221 4 ചെയ്താൽ 884 എന്ന് വരും. 884 -884 ആണ്. ഇവിടെ നിങ്ങൾ നോക്കുക, 4 into 4 into -221 ആണ്. സോ -884 കിട്ടും. ഇവിടെ ഓൾറെഡി ഒരു മൈനസ് ഉണ്ട്. അപ്പോൾ ഈ മൈനസും കൂടെ പ്ലസ് ആയിട്ട് മാറും. അപ്പോൾ 16 + 884 which is equal to 900 എന്ന് വരും. ഓക്കെ, അപ്പോൾ A-B ഹോൾ സ്ക്വയർ 900 എന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ A-B എന്തായിരിക്കും? A-B ഹോൾ സ്ക്വയർ 900 ആണെങ്കിൽ A-B 900ൻ്റെ റൂട്ട് എത്രയാണ്? 900ൻ്റെ സ്ക്വയർ റൂട്ട് എന്ന് പറഞ്ഞാൽ +or-16 ആണ്. +16ഉം 900ൻ്റെ റൂട്ടാണ്, -16ഉം 900ൻ്റെ റൂട്ടാണ്. സോ നമുക്ക് പറയാൻ പറ്റും +or-16 ആണ് 900ൻ്റെ റൂട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നോക്കാം, A-B നമുക്ക് ഒന്നെങ്കിൽ +16 എന്നെടുക്കാം, അല്ലെങ്കിൽ എന്തെടുക്കാം? -16 എന്നെടുക്കാം, ഓർ -16. ഓക്കെ, ഇനിയിപ്പോൾ ഞാൻ A-B +16 എടുത്തു. അങ്ങനെയാണെങ്കിൽ A+B നമുക്കറിയാം. A+B എത്രയാണ്? ഇവിടെ നിങ്ങൾ നോക്കുക, A+B എന്ന് പറയുന്നത് 4 ആണ്. യെസ്, A+B = 4. ഇപ്പോൾ A+Bയും കിട്ടി, A-Bയും കിട്ടി. ഇനി ഇത് രണ്ടും കൂടെ നമ്മൾ പഠിച്ചിട്ടുണ്ട്, 2 ഇക്വേഷൻസ് കിട്ടിയാൽ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും അല്ലേ? ഈ 2 ഇക്വേഷൻസും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എന്ത് കിട്ടും? 2A = ഇത് രണ്ടും ആഡ് ചെയ്യുമ്പോൾ 2A = 4ഉം 16ഉം 20 എന്ന് വരും. യെസ്, രണ്ടും ആഡ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? A + A 2A ആവും, -B + B അവിടെ ക്യാൻസൽ ചെയ്ത് പോകും. ഓക്കെ, 16ഉം 4ഉം നമ്മൾ ആഡ് ചെയ്യും. അപ്പോൾ 2A = 20 അല്ലെങ്കിൽ A = 10 എന്ന് വരും. ഓക്കെ, A = 10 എന്ന് വരും. A 10 ആണെങ്കിൽ B എന്തായിരിക്കും? A 10 ആണെങ്കിൽ B = എത്രയാണ്? -6 ആയിരിക്കും. ഓക്കെ, യെസ്, B -6 ആയിരിക്കും. A+B നമുക്ക് 4 കിട്ടണം. ഇങ്ങനെയാണെങ്കിൽ A 10 ആണെങ്കിൽ B -6 ആണെന്ന് മനസ്സിലാക്കാം. അത് നമ്മൾ എങ്ങനെയാണ് അടുത്ത്? A-B = +16 ആയിട്ടുള്ള കേസാണ് നമ്മൾ നോക്കിയത്. ഇനി A-B = -16 ആണെങ്കിലോ? ഇവിടെ A+B എന്ന് പറഞ്ഞാൽ 4, രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ 2A എന്ന് പറയുന്നത് -12 എന്ന് വരും. അങ്ങനെയാണെങ്കിൽ ആ കേസിൽ A = -6 എന്ന് വരും. ഓക്കെ, യെസ്, ആ കേസിൽ A -6 എന്ന് വരും, B = 10 എന്ന് വരും. ഓക്കെ, എങ്ങനെയാണെങ്കിലും കറക്റ്റാണ്. ആ 2 നമ്പേഴ്സ് തന്നെ നമുക്ക് കിട്ടുക. ഓക്കെ, ഇവിടെ A-B +16 എന്നെടുത്താലും -16 എന്നെടുത്താലും ഫൈനലി നമുക്ക് കിട്ടുന്ന ആ 2 നമ്പേഴ്സ് ഈക്വൽ ആയിരിക്കും. ഒന്നെങ്കിൽ A 10 അല്ലെങ്കിൽ A -6 എന്ന് കിട്ടും. എങ്ങനെയാണെങ്കിലും നമുക്ക് ഈ ഒരു x² + 4x - 221 എങ്ങനെ എഴുതാൻ പറ്റും? x + 10, A എന്ന് പറഞ്ഞാൽ 10 ആണ്, ഇൻറ്റു x - 6 എന്നൊരു ഫോമിലേക്ക് നമുക്ക് എഴുതാൻ പറ്റും. അപ്പോൾ നമുക്ക് കുറച്ച് വലിയ നമ്പേഴ്സ് തന്നാൽ നമുക്ക് അവിടെ നിന്ന് തന്നെ നോക്കിയിട്ട് മനസ്സിലാക്കാൻ പറ്റാത്ത അങ്ങനത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ ഈ ഒരു രീതിക്കാണ് A-B അവിടെ കണ്ടുപിടിച്ചുകൊണ്ടാണ് നമ്മൾ ആൻസർ ചെയ്യേണ്ടതെന്ന് മനസ്സിലാക്കുക. ചെറിയ നമ്പേഴ്സ് ആണെങ്കിൽ നിങ്ങൾ നോക്കിയിട്ട് ഏതായിരിക്കും കറക്റ്റായിട്ട് വരുന്ന നമ്പേഴ്സ് എന്ന് നിങ്ങൾ തന്നെ ഒന്ന് ജസ്റ്റ് ഒരു ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് പറയാൻ പറ്റുന്നതാണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് ഒരു ടോപ്പിക് നോക്കാം, ഫാക്ടേഴ്സ് ആൻഡ് സൊല്യൂഷൻസ്. അപ്പോൾ ഇത്രയും നേരം നമ്മൾ ഫാക്ടറൈസ് ചെയ്തു. ഇനി സൊല്യൂഷൻസ് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ പരിഹാരം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഫാക്ടേഴ്സ് ആൻഡ് സൊല്യൂഷൻസ് അല്ലെങ്കിൽ ഘടകങ്ങളും പരിഹാരങ്ങളും. ടു ഗെറ്റ് x² - 5x + 6 = 0, വാട്ട് നമ്പർ ഷുഡ് വി ടേക്ക് ആസ് x? ഇപ്പോൾ ഇത്രയും നേരം നമ്മൾ കണ്ട ഈ പോളിനോമിയലിനെ നമ്മളൊരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ആക്കി മാറ്റാണ് അല്ലേ, അല്ലെങ്കിൽ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ, രണ്ടാം കൃതി സമവാക്യമായിട്ട് നമ്മൾ ഇതിനെ മാറ്റിയാൽ, അങ്ങനെയാണെങ്കിൽ അതിൽ നമ്മൾ എക്സിന് എന്ത് വാല്യൂ കൊടുക്കണം? അതാണ് എന്ത് ഈ ഒരു പോളിനോമിയലിൻ്റെ അല്ലെങ്കിൽ ഈ ഒരു
ഇക്വേഷൻ്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പരിഹാരം. യെസ്, അപ്പോൾ ഈ ഒരു ഇത്രയും നേരം നമ്മൾ നോക്കിയിട്ടില്ല ഈ ഒരു പോളിനോമിയൽസിൻ്റെ സൊല്യൂഷൻ എങ്ങനെ കണ്ടുപിടിക്കാമെന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഇവിടെ x² - 5x + 6 = 0 എന്നുള്ള നമ്പറാണ് ഇവിടെ തന്നിട്ടുള്ളത്. പക്ഷേ ഈ ഒരു x² - 5x + 6 നമ്മൾ ഫാക്ടറൈസ് ചെയ്യാൻ പഠിച്ചു അല്ലേ? രണ്ട് ഫാക്ടേഴ്സിൻ്റെ, രണ്ട് ഘടകങ്ങളുടെ ഗുണനഫലമായിട്ട് എഴുതാൻ നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. എങ്ങനെയാണത്? x² - 5x + 6 നമുക്കറിയാം a + b = എന്താണ്? -5 ആണ്. ab = 6 ആണ്. അപ്പോൾ ആ രണ്ട് നമ്പേഴ്സ് ഏതൊക്കെയായിരിക്കും? ചെറിയ നമ്പേഴ്സ് ആയതുകൊണ്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഇപ്പോൾ a + b രണ്ട് നമ്പേഴ്സ് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കൂട്ടുമ്പോൾ നമുക്ക് -5 കിട്ടണം, രണ്ട് നമ്പർ ഗുണിക്കുമ്പോൾ 6 കിട്ടണം. ഏതൊക്കെയാണ്? ഇപ്പം 2ഉം -2ഉം -3 നിങ്ങൾ നോക്കാം. ഇത് രണ്ടും ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്? 2ഉം 3ഉം മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 6 കിട്ടുന്നുണ്ട്. അപ്പോൾ 2ഉം 3ഉം എന്നുള്ള നമ്പേഴ്സ് ഉണ്ടാവും. 2ഉം 3ഉം പ്ലസ് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു 5 എന്നുള്ള വാല്യൂ വരുന്നുണ്ട്. അപ്പോൾ 2ഉം 3ഉം ആയിരിക്കും നമ്പേഴ്സ്. ഇനി അതിൻ്റെ സൈൻ ഏതായിരിക്കും നോക്കാം. മൈനസ് ആണോ പ്ലസ് ആണോ എന്നാണ് നോക്കേണ്ടത്. അപ്പോൾ -2 -3 ആഡ് ചെയ്യുമ്പോൾ നമുക്ക് -5 കിട്ടും. -2 × -3 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 6ഉം കിട്ടുന്നുണ്ട്. സോ -2 and -3 ആണ് നമ്പേഴ്സ്. അപ്പോൾ a = a - 2 b - 3 എന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? x² - 5x + 6 x - 2 × x - 3 എന്ന് പറയാം. ഇത് =0 ആയാൽ, ഇത് ടോട്ടൽ ഇത് =0 ആയാൽ എക്സിന് വാല്യൂ എന്തായിരിക്കും എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ഇത് =0 ആണെങ്കിൽ നിങ്ങൾ നോക്കുക, x - 2 × x - 3 = 0. ഓക്കെ, ദാറ്റ് മീൻസ് അങ്ങനെ 0 ആവണമെങ്കിൽ ഒന്നെങ്കിൽ ഈ ഒരു സംഭവം 0 ആവണം, അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു സംഭവം 0 ആവണം. അതായത് ഇപ്പോൾ നിങ്ങൾ നോക്കാം, സപ്പോസ് യെസ്, ഇപ്പോൾ ഈ ഒരു സംഭവം x - 2 ഒന്നെങ്കിൽ = 0 ആയിരിക്കണം അല്ലേ? അങ്ങനെയാണെങ്കിൽ ഈ ഒരു ടോട്ടൽ 0 ആയിട്ട് പോവുള്ളൂ. ഒന്നെങ്കിൽ ഈ ഒരു പാർട്ട് 0 ആവണം, ഈ ഒരു ഫാക്ടർ 0 ആവണം, അല്ലെങ്കിൽ ഈ ഒരു ഫാക്ടർ 0 ആവണം, അല്ലെങ്കിൽ രണ്ടും 0 അല്ലെങ്കിൽ എന്താവും? ഇവിടെ 0 കിട്ടില്ല. അപ്പോൾ ഏതെങ്കിലും ഒന്ന് 0 ആവണം. ഓക്കെ, അല്ലെങ്കിൽ രണ്ടും 0 ആവാം. നിങ്ങൾ നോക്കുക, x - 2 0 ഓർ എന്താണ് x - 3 0. ഒന്നെങ്കിൽ x - 2 0 ആവണം, അല്ലെങ്കിൽ x - 3 എന്താവണം? 0നോട് ഈക്വൽ ആവണം. x - 2 0 ആണെങ്കിൽ x = 2 ആയിരിക്കും അല്ലേ? x = 2 ആയിരിക്കും. ഇവിടെ x - 3 ആണ് 0 എങ്കിൽ x = 3 ആയിരിക്കും. അപ്പോൾ x = 2 ഓർ x = 3 എന്നുള്ള രണ്ട് സൊല്യൂഷനിലേക്ക്, രണ്ട് പരിഹാരത്തിലേക്ക് നമുക്ക് ഇവിടെ നിന്ന് എത്താൻ പറ്റിയിട്ടുണ്ട്. ഓക്കെ, അങ്ങനെ മനസ്സിലാക്കുക. അപ്പോൾ നിങ്ങളോട് ഇങ്ങനെ ഒരു ഇക്വേഷൻ തന്നിട്ട് അതിൻ്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുക? അതിനെ നേരെ ഫാക്ടേഴ്സ് ആക്കിയിട്ട് ഈ ഒരു ഫോമിലേക്ക് എഴുതാം. ഫാക്ടറൈസ് ചെയ്ത് ഈ ഒരു ഫോമിലേക്ക് എഴുതിയിട്ട് അതിൽ നിന്ന് ഈസി ആയിട്ട് നിങ്ങൾക്ക് ആ നമ്പേഴ്സ് എക്സിന് ഏതൊക്കെ നമ്പേഴ്സ് കൊടുത്താൽ അവിടെ 0 കിട്ടുമെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, സോ അടുത്തൊരു ക്വസ്റ്റ്യൻ ഇവിടെ തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ നോക്കാം. വൺ സൈഡ് ഓഫ് എ റെക്ടാംഗിൾ ഈസ് 2 meters ലോങ്ങർ ദാൻ ദി അതർ ആൻഡ് ഇറ്റ്സ് ഏരിയ ഈസ് 48 square meters. വാട്ട് ആർ ദി ലെങ്ത്സ് ഓഫ് ഇറ്റ് സൈഡ്സ്? അതായത് സോ ക്വസ്റ്റ്യൻ ഉണ്ട്, ആൻസർ ഒരു സൈഡ്, ഒരു റെക്ടാംഗിളിൻ്റെ ഒരു സൈഡ് 2 meters ലോങ്ങർ ദാൻ ദി അതർ സൈഡ്. ഇപ്പോൾ ഒരു സൈഡ് x ആണെങ്കിൽ മറ്റേ സൈഡ് x + 2 ആണെന്ന് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഒരു സൈഡ് x ആയിട്ട് കൊടുത്താൽ വൺ സൈഡ് ഈസ് 2 meter ലോങ്ങർ ദാൻ ദി അതർ സൈഡ്. ഒരു സൈഡ് ഞാൻ x എന്ന് എടുത്തു, മറ്റേ സൈഡ് x + 2 എന്ന് എടുത്തു. ആൻഡ് ഇറ്റ്സ് ഏരിയ, അപ്പോൾ അതിൻ്റെ ഏരിയ എന്ന് പറയുന്നത് എത്രയാണ്? 48 square centimeter ആണ്. യെസ്, സ്ക്വയർ മീറ്റർ ആണ്. ഇപ്പോൾ ഏരിയ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ് അല്ലേ? നീളം ഇൻറ്റു വീതി ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുക? ഏരിയ കിട്ടുക. അപ്പോൾ ഇവിടെ x × x + 2 ചെയ്യുമ്പോഴാണ് നമുക്ക് ഏരിയ കിട്ടുക അല്ലേ? യെസ്, അപ്പോൾ ഇവിടെ ഏരിയ എന്ന് പറയുന്നത് എത്രയാണെന്ന് പറഞ്ഞിട്ടുണ്ട്? ഏരിയ ഈസ് 48 square meter. ദാറ്റ് ഈസ് ഇതാണ് നമുക്ക് 48 48 എന്ന് കിട്ടുക. ഓക്കെ, അപ്പോൾ ഇതിനെ ഞാനൊന്ന് എക്സ്പാൻഡ് ചെയ്യാണ്. x × x + 2 എന്ന് പറയുമ്പോൾ x × x x², x × 2 2x. സോ x² + 2x = 48 എന്ന് കിട്ടും. അല്ലെങ്കിൽ ഒന്നും കൂടെ x² + 2x 48നെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നാൽ എന്താവും? -48 ആയിട്ട് മാറും. -48 = 0 എന്ന് പറയാം. ഓക്കെ, ഇപ്പോൾ നമുക്ക് ഇവിടെ എന്ത് കിട്ടി? ഒരു പോളിനോമിയൽ കിട്ടി, അല്ലെങ്കിൽ ഒരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ഇവിടെ കിട്ടി. ഇതിനെ ഇനി സോൾവ് ചെയ്യാൻ എന്ത് ചെയ്താൽ മതി? ഇതിനെ നമ്മൾ ഫാക്ടറൈസ് ചെയ്യും അല്ലെ? x² + 2x - 48നെ ഇവിടെ എന്തായിരിക്കും? a + b നോക്കുക. a + b 2 ആണ്, എ ബി എന്ന് പറയുന്നത് -48 ആണ്. ഓക്കെ, a + b 2 ആണ്, എ ബി -48 ആണ്. അങ്ങനെയാണെങ്കിൽ ആ രണ്ട് നമ്പേഴ്സ് എയും ബിയും എത്രയായിരിക്കും? നോക്കിക്കേ. യെസ്, എയും ബിയും എത്രയായിരിക്കും? നിങ്ങൾ നോക്കുക, എന്ത് ചെയ്യുമ്പോഴാ ആ രണ്ട് നമ്പേഴ്സ് കണ്ടുപിടിക്കാൻ സപ്പോസ് 2 × 6 നമുക്ക് 48 കിട്ടും. പക്ഷേ 2ഉം 6ഉം എന്താണ് സബ്ട്രാക്ട് ചെയ്താലോ എന്ത് ചെയ്താലും ഈ +2 എന്നുള്ള നമ്പർ നമുക്ക് വരില്ല. സോ അത് 2 × 6 ആയിരിക്കില്ല. പിന്നെ ഏതാ വരാം?
സോറി 2 ഇൻറ്റു 6 48 അല്ല, 2 ഇൻറ്റു 6 അല്ല, 2 ഇൻറ്റു 24, 2 ഇൻറ്റു 24, 2 ഇൻറ്റു 24 ആണ് എന്ത് 48 വരിക. അപ്പോൾ ആ 2ഉം 24 നമുക്ക് പക്ഷേ ആഡ് ചെയ്താലോ സബ്ട്രാക്ട് ചെയ്താലോ ഒന്നും ഈ 2 കിട്ടൂല. അപ്പോൾ 2 ഇൻറ്റു 24 അല്ല, പിന്നെന്താ 3 ഇൻറ്റു 16, 3 ഇൻറ്റു 16 ചെയ്യുമ്പോൾ നമുക്ക് 48 കിട്ടും. ഓക്കെ, പക്ഷേ 3ഉം 16ഉം എന്ത് ചെയ്താലും നമുക്ക് ഈ 2 കിട്ടാൻ പോകുന്നില്ല. അപ്പോൾ അടുത്തത് നോക്കാം, ഏതാണ്? യെസ്, 3 ഇൻറ്റു 16, പിന്നെ 4 ഇൻറ്റു 12 എന്ന് പറയാം, 4 ഇൻറ്റു 12. ഇവിടെയും നമുക്ക് കിട്ടാൻ ചാൻസ് ഇല്ല. യെസ്, സോ നെക്സ്റ്റ് 6 ഇൻറ്റു 8 നോക്കാം. 6 ഇൻറ്റു 8 ചെയ്യുമ്പോൾ നമുക്ക് 48 കിട്ടും അല്ലേ? 6 ഇൻറ്റു 8 ചെയ്യുമ്പോൾ 48 കിട്ടും. 6ഉം 8ഉം 8ൽ നിന്ന് 6 പോകുമ്പോൾ നമുക്ക് 2ഉം കിട്ടുന്നുണ്ട് അല്ലേ? അപ്പോൾ 6ഉം 8ഉം ആയിരിക്കും അവിടുത്തെ വാല്യൂസ്. പക്ഷേ അതിൻ്റെ സൈൻ എന്ത് കൊടുക്കണം? 6ഉം 8ഉം ചെയ്യുമ്പോൾ നമുക്ക് -48 കിട്ടണം. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു നമ്പർ മൈനസ് ആയിരിക്കണം. യെസ്, അപ്പം നമ്പേഴ്സ് എന്ന് പറയുന്നത് എ എന്ന് പറഞ്ഞാൽ 8ഉം ബി എന്ന് പറയുന്നത് -6ഉം ആണെങ്കിൽ കാര്യം സംഭവം റെഡിയാണ്. 8 -6 ചെയ്യുമ്പോൾ നമുക്ക് 2 കിട്ടും അല്ലേ? 8 ഇൻറ്റു -6 ചെയ്യുമ്പോൾ നമുക്ക് -48ഉം കിട്ടുന്നുണ്ട്. അങ്ങനെ നമുക്ക് എ ബി എന്നുള്ള രണ്ട് ആ നമ്പേഴ്സ് കണ്ടുപിടിക്കാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ ഈ ഒരു x² ഇതിനെ നമുക്ക് മാറ്റിയിട്ട് x+8 ഇൻറ്റു x-6 എന്ന് പറയാം. യെസ്, x+8 ഇൻറ്റു x-6 ഇത് നമ്മൾ 0 ആണ്. യെസ്, ഇവിടെ സോറി ഇതിനെ മാറ്റിയിട്ടാണ് നമ്മൾ x+8 ഇൻറ്റു x-6 എന്ന് പറഞ്ഞത്. അപ്പോൾ അത് 0 ആണെങ്കിൽ ഇവിടെ നിങ്ങൾ നോക്കുക, ഒന്നെങ്കിൽ x+8 0, ഓക്കെ, അല്ലെങ്കിൽ x-6 0, അല്ലെങ്കിൽ എങ്ങനെ പറയാം, എക്സിന് നമ്മൾ എന്ത് കൊടുക്കണം? ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ്, x+8ൻ്റെ നേരെ ഓപ്പോസിറ്റ് -8, എക്സിന് -8, ഓർ x-6ൻ്റെ ഓപ്പോസിറ്റ് എന്ന് പറയുന്നത് x6 ആണ്. ഓക്കെ, ആ വാല്യൂ അവിടെ മാറ്റി കൊടുക്കുക, x-8 x6. ഈ ഫാക്ടേഴ്സിൽ നിന്ന് x = -8 ആക്കുക, x = +6 ആക്കുക. ആ വാല്യൂസ് നേരെ റിവേഴ്സ് ചെയ്യുക, പ്ലസ് ഉള്ളത് ഇവിടെ മൈനസ് ആക്കുക, ഇവിടെ പ്ലസ് ആക്കുക. സോ x = -8 ആയിരിക്കും, അല്ലെങ്കിൽ x = 6 ആയിരിക്കും. ഓക്കെ, ഇവിടെ നിങ്ങൾ നോക്കുക, പക്ഷേ ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഇതൊരു റെക്റ്റാങ്കിൾ ആണ്, അതിൻ്റെ സൈഡിൻ്റെ ലെങ്ത് ആണ് ഇവിടെ x എന്ന് നമ്മൾ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ആ ലെങ്ത് എന്ന് പറയുന്നത് ഒരിക്കലും മൈനസ് ആവാൻ പാടില്ല. അപ്പോൾ ആ നെഗറ്റീവ് 8 എന്നുള്ള ആ ഒരു പോസിബിലിറ്റി നമുക്ക് ഒഴിവാക്കാം. അപ്പോൾ x = 6 ആയിരിക്കും. x എന്ന് പറയുന്ന ഒരു സൈഡ് എന്ന് പറയുന്നത് 6 ആണ് കിട്ടി. x = 6 ആണെങ്കിൽ മറ്റേ സൈഡ് എത്രയാണ്? x+2 ആണ്, വിച്ച് ഈസ് 6 + 2, അപ്പോൾ 8 എന്ന് കിട്ടും. അപ്പോൾ ഒരു സൈഡ് 6ഉം ഒരു സൈഡ് 8ഉമാണ്. 6ഉം 8ഉമാണ് ആ രണ്ട് സൈഡ്സ് എന്ന് നമുക്ക് പറയാം. ഓക്കെ, ക്ലിയർ ആണ്? യെസ്. ഓക്കെ, ഫൈനലായിട്ട് ആ ഒരു ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത് ജനറൽ സൊല്യൂഷൻ ax² + bx + c = 0. ഇങ്ങനെ ഒരു ജനറൽ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ ഒരു സൊല്യൂഷൻ ആയിട്ട് നമുക്ക് x = ഡയറക്റ്റ് നമുക്ക് ആ ഒരു സൊല്യൂഷൻ കാണാൻ. ഇവിടെ നമ്മൾ എന്താ ചെയ്തത്? ഇവിടെ നമ്മൾ ഫാക്ടറൈസ് ചെയ്തു അല്ലേ? ഇതിനെ ഇങ്ങനെ ഫാക്ടറൈസ് ചെയ്ത ശേഷം ഇത് രണ്ടുമാണ് സൊല്യൂഷൻസ് എന്ന് എടുത്ത് എഴുതി. അപ്പോൾ അതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് ഡയറക്റ്റ് അവിടെ നിന്ന് സൊല്യൂഷൻ കാണാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫോർമുല ഉണ്ട്. അതാണ് x = -b ± √(b² - 4ac) / 2a എന്ന് പറയുന്നത്. ഏത് ഫോർമുല ആയിരിക്കണം? ഇക്വേഷൻ ax² + bx + c ആയിരിക്കണം. a എന്ന് പറഞ്ഞാൽ x² കൂടെയുള്ള കോഎഫിഷ്യൻ്റ് ആണ് a, b എന്ന് പറയുമ്പോൾ എക്സിൻ്റെ കൂടെയുള്ള കോഎഫിഷ്യൻ്റ്, c എന്ന് പറയുമ്പോൾ അതിലുള്ള ആ കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള ടേം ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഒരു എക്സാമ്പിൾ നമുക്ക് ഇവിടെ ചെയ്ത് നോക്കാം. അറ്റ് വാട്ട് point does the graph of polynomial x² - 2x - 1 cross the x-axis? അപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കണ്ടാൽ x-axis, അതായത് ആ ഗ്രാഫിൽ എങ്ങനെ വരുമെന്ന് കണ്ടാൽ ചോദ്യം കണ്ട് പേടിക്കൊന്നും വേണ്ട. നമുക്ക് ആദ്യം എന്ത് ചെയ്യുക? ഇങ്ങനെ ഈ ഒരു x² - 2x - 1 ഇതിനെ = 0 കൊടുത്തിട്ട് നമ്മൾ അതിൻ്റെ സൊല്യൂഷൻസ് കണ്ടുപിടിക്കാം. സൊല്യൂഷൻ കാണാനുള്ള ജനറൽ ഫോർമുല നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്. നമുക്ക് ഇവിടെ നിന്ന് ഈ ഒരു മെത്തേഡിൽ നമുക്ക് കണ്ടുപിടിക്കാം. ഓക്കെ, പക്ഷേ ഇവിടെ ഈ ഒരു സൊല്യൂഷൻ നമുക്കൊന്ന് പരീക്ഷിച്ച് നോക്കാം. x = -b ± √(b² - 4ac) / 2a ആണ്. അപ്പോൾ ഇവിടെ എയും ബിയും സിയും ഒക്കെ എന്താ? എ എന്ന് പറഞ്ഞാൽ x² കൂടെയുള്ള ആൾ 1 ആണ്, ബി എന്ന് പറയുമ്പോൾ എക്സിൻ്റെ കൂടെയുള്ള ആൾ -2 ആണ്, സി എന്ന് പറയുമ്പോൾ ആ കോൺസ്റ്റൻറ്റ് ടേം ദാറ്റ് ഈസ് -1 അല്ലേ? x² കൂടെ 1 ഉണ്ട്, -2 ആണ് എക്സിൻ്റെ കൂടെ ഉള്ളത്, സി എന്ന് പറയുന്ന കോൺസ്റ്റൻറ്റ് ടേം -1 ആണ്. അപ്പോൾ പ്ലസും മൈനസും വരുമ്പോൾ നിങ്ങൾ മാറിപ്പോരുത്, മൈനസ് വരുമ്പോൾ ആ നെഗറ്റീവ് കൂടെ ഇൻക്ലൂഡ് ചെയ്യണമെന്ന് മനസ്സിലാക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ -b എന്ന് പറയുമ്പോൾ -2 ആണ്. ഓക്കെ, -b എന്ന് പറഞ്ഞാണ്, അപ്പോൾ മൈനസ് അവിടെ ഉണ്ട്, b എന്ന് പറഞ്ഞാൽ -2 ആണ്, അപ്പോൾ -2 എന്ന് വരും. ± √(b² എന്ന് പറഞ്ഞാൽ -2² -4ac -4 ഇൻറ്റു a എന്ന് പറയുന്നത് എത്രയാണ്? 1 ആണ്, ഇൻറ്റു c എന്ന് പറഞ്ഞാൽ -1 ആണ്, ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 1 എന്ന് വരും. ദിസ് ഈസ് ഈക്വൽ ടു -2 +2 ആണ്, ± √(b²) -2ൻ്റെ സ്ക്വയർ നമുക്ക്
+4 ആണ് വരിക. -2നെ സ്ക്വയർ ചെയ്യുമ്പോൾ +4 വരും. മൈനസ് ഓഫ് ഇവിടെ 4 × 1 × -1, അപ്പോൾ -4 എന്ന് വരും. അപ്പോൾ -4 മൈനസ് ഓഫ് -4 എന്ന് വരും, ഡിവൈഡഡ് ബൈ 2 എന്ന് വരും. അപ്പോൾ ഇതെന്ത് വരും? 2 + or - √4 -4 എന്ന് പറഞ്ഞാൽ 4 + 4 ആവും. ദാറ്റ് ഈസ് 8 ഡിവൈഡഡ് ബൈ 2. ഇനി ഇതിനെ ഒന്നും കൂടെ സിംപ്ലിഫൈ ചെയ്യാം. 2 + or - √8ന് നമുക്ക് എന്ത് പറയാം? √8 എന്ന് പറഞ്ഞാൽ √2 × 4 ആണ്. അപ്പോൾ √2 × 4 എന്ന് പറഞ്ഞാൽ √2 × √4 ആണ്. ദാറ്റ് ഈസ് √2 × 2 ആണ്, അല്ലെങ്കിൽ നമുക്ക് 2√2 എന്ന് പറയാം. സോ 2√2 ഡിവൈഡഡ് ബൈ 2 എന്ന് വരും. അപ്പോൾ ഈ മേലെയുള്ള എല്ലാ ടേംസിലും 2 ഉണ്ട്. അതിനെ ഞാൻ കോമൺ ആയിട്ട് എടുത്താൽ 2 × 1 + or - √2 ഡിവൈഡ് ബൈ 2 എന്ന് വരും. 2 ക്യാൻസൽ ഈക്വൽ ടു 1 + or - √2 എന്ന് വരും. ഇതാണ് ഫൈനൽ ആൻസർ നമുക്ക് കിട്ടുക എക്സിൻ്റെ സൊല്യൂഷൻ ആയിട്ട്. ഒന്നെങ്കിൽ എക്സ് ഈസ് ഈക്വൽ ടു 1 + √2 ഓർ എക്സ് ഈസ് ഈക്വൽ ടു 1 - √2. അപ്പോൾ ഇതാണ് ഇതിൻ്റെ രണ്ട് സൊല്യൂഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മളോട് ഇവിടെ ഈ ഒരു ക്വസ്റ്റ്യനിൽ നമ്മളോട് സ്പെസിഫിക് ആയിട്ട് ചോദിച്ചിട്ടുള്ളത് അറ്റ് വാട്ട് പോയിന്റ്സ് ഡസ് ദ ഗ്രാഫ് ഓഫ് ദ പോളിനോമിയൽ, ഏത് പോയിന്റിലായിരിക്കും ഈ ഒരു പോളിനോമിയൽ x² - 2x - 1 എന്നുള്ള പോളിനോമിയലിന്റെ ഗ്രാഫ് എക്സ് ആക്സിസിനെ ക്രോസ് ചെയ്യാന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതായത് ഇപ്പോൾ ആ ഗ്രാഫ് സപ്പോസ് ജസ്റ്റ് ആ ഗ്രാഫ് റഫായിട്ടൊന്ന് പറഞ്ഞുതരാം. ഇവിടെ ഇപ്പം ഈ ഒരു ക്വാഡ്രാറ്റിക് അല്ലെങ്കിൽ ഒരു പോളിനോമിയലിനെ നമുക്ക് ഗ്രാഫിൽ റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. ഇതൊരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ആണ്, അല്ലെങ്കിൽ ക്വാഡ്രാറ്റിക് പോളിനോമിയൽ ആയതുകൊണ്ട് തന്നെ അതിന്റെ ഗ്രാഫ് എന്ന് പറയുന്നത് ഒരു പരാബോളിക് ഷേപ്പ് ആയിരിക്കും, അല്ലെങ്കിൽ ഒരു യു ഷേപ്പ് ആയിരിക്കും. ഒന്നെങ്കിൽ ഇങ്ങനെ വരും, അല്ലെങ്കിൽ ഇങ്ങനെ വരും. ഓക്കെ, അല്ലെങ്കിൽ ഇങ്ങനെ എവിടെയും വരാം, പക്ഷേ ആ ഷേപ്പ് എന്തായിരിക്കും? ഈ ഒരു പരാബോളിക് ഷേപ്പ് ആയിരിക്കും. ഓക്കെ, ഇവിടെ നമുക്ക് ഈ ഒരു x² - 2x - 1 രണ്ട് സൊല്യൂഷൻസ് കിട്ടി. ഏതൊക്കെയാണ്? 1 + √2 അല്ലെങ്കിൽ 1 - √2 എന്ന് കിട്ടി. അപ്പോൾ ആ ഒരു എക്സിൽ ഇവിടെ നമ്മൾ എന്താണ് ഒരു പോയിന്റ് 1 + √2 0 ഈ ഒരു പോയിന്റും ഉണ്ട്. ഇവിടെ സപ്പോസ് ഇവിടെ ആയിരിക്കും ഏകദേശം എന്ത് വരിക? 1 - √2, 0 എന്നുള്ള പോയിന്റ് വരിക. കാരണം 1 - √2 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഒരു നെഗറ്റീവ് നമ്പറാണ് കിട്ടുക. √2 എന്ന് പറഞ്ഞാൽ 1നേക്കാൾ കൂടുതലാണ്. സോ 1 - √2, 0 എന്ന് പറയുമ്പോൾ നെഗറ്റീവ് നമ്പറാണ് കിട്ടുക. ഇങ്ങനെ രണ്ട് പോയിന്റ്സ് എടുത്തിട്ട് ആ രണ്ട് പോയിന്റ്സിലൂടെ കടന്നു പോകുന്ന ഒരു പരാബോള ആയിരിക്കും എന്ത് ഇതിൻ്റെ ഈ ഒരു ഗ്രാഫിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ അത് എക്സ് ആക്സിൽ മുട്ടുന്ന രണ്ട് പോയിന്റ്സ് എന്ന് പറയുന്നത് ഏതായിരിക്കും? ഇവിടെ ചോദിച്ചിട്ടുള്ള എക്സ് ആക്സിസ് ക്രോസ് ചെയ്യുന്ന രണ്ട് പോയിന്റ്സ്, ആ രണ്ട് പോയിന്റ്സ് ഇതിൻ്റെ സൊല്യൂഷൻസ് ആയിരിക്കും. ഓക്കെ, ഇതിവിടെ നമുക്ക് കിട്ടിയ ആ സൊല്യൂഷൻസ് ആയിരിക്കും ഈ ഒരു ഗ്രാഫ്, ഈ ഒരു പോളിനോമിയലിൻ്റെ ഗ്രാഫ് എക്സ് ആക്സിസിൽ ക്രോസ് ചെയ്യുന്ന ആ രണ്ട് പോയിന്റ്സ് എന്ന് മനസ്സിലാക്കുക. സോ ആ രണ്ട് ക്രോസ് ചെയ്യുന്ന പോയിന്റ്സ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നിങ്ങൾ എന്താ കണ്ടുപിടിക്കേണ്ടത്? അതിൻ്റെ ആ ഒരു തന്നിരിക്കുന്ന പോളിനോമിയലിൻ്റെ സൊല്യൂഷൻ അല്ലെങ്കിൽ പരിഹാരം കണ്ടുപിടിച്ചാൽ നിങ്ങൾക്ക് ആ എക്സ് ആക്സിസിൽ ടച്ച് ചെയ്യുന്ന പോയിന്റ് ഏതാണ് അവിടുന്ന് ഈസി ആയിട്ട് നമുക്ക് കിട്ടും. ഓക്കെ, ഇനി നമുക്ക് ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. സ്ക്വയർ ഓഫ് എ നമ്പർ ഈസ് ഈക്വൽ ടു 12 ആഡഡ് ടു ദ നമ്പർ, ഫൈൻഡ് ദ നമ്പർ. യെസ്, അപ്പോൾ ഒരു നമ്പറിൻ്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ ഇപ്പോൾ സപ്പോസ് x² ഒരു നമ്പറിൻ്റെ സ്ക്വയർ, ഏതെങ്കിലും ഒരു നമ്പറിൻ്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ നമ്മൾ എക്സ് എടുക്കും. എക്സിൻ്റെ അടുത്ത് സ്ക്വയർ, x² ഈസ് ഈക്വൽ ടു എ നമ്പർ ഈസ് ഈക്വൽ ടു 12 ആഡഡ് ടു ദ നമ്പർ എന്ന് പറഞ്ഞാൽ ഒരു സംഖ്യയുടെ വർഗ്ഗം ആ സംഖ്യയോട് 12 കൂട്ടിയതിന് തുല്യമാണെന്ന് പറഞ്ഞാൽ x² ഈസ് ഈക്വൽ ടു x + 12 ആണ് അല്ലേ? എക്സിനോട് 12 കൂട്ടിയപ്പോൾ നമുക്ക് അതിൻ്റെ സ്ക്വയർ കിട്ടി, എക്സിനോട് 12 കൂട്ടിയപ്പോൾ അതിൻ്റെ വർഗ്ഗം കിട്ടി. അങ്ങനെയാണെങ്കിൽ ഏതാണ് ആ സംഖ്യ അല്ലെങ്കിൽ ഏതാണ് എക്സ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. അപ്പോൾ ഇതിനെ നമുക്ക് മാറ്റിയിട്ട് എങ്ങനെയാക്കാം? നമ്മുടെ ആ ഒരു ഫോമിലാക്കാം. x² - x - 12 = 0 അല്ലേ? ഈ +x ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ -x +12 അങ്ങോട്ട് പോകുമ്പോൾ -12. അപ്പോൾ ഇത് നമ്മളുടെ ആ ഫോമിലായി. ഇതിനെ എക്സ് കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ആ സൊല്യൂഷൻ കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ ആ ഒരു പരിഹാരം കണ്ടുപിടിക്കുക. അപ്പം x² - x - 12 ഇതിനെ നമ്മൾ എന്ത് ചെയ്യും? ഒന്നെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ഫോർമുല ഉണ്ട്, അത് വെച്ച് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഞാൻ ഇവിടെ മറ്റേ ഏതാണ് ഇതിനെ x + a × x + b ഫോമിലേക്ക് ആക്കുകയാണ്. അപ്പോൾ a + b എന്ന് പറഞ്ഞാൽ -1 ആണ്, ab എന്ന് പറഞ്ഞാൽ -12 ആണ്. ഏതൊക്കെയാണ് ആ രണ്ട് നമ്പേഴ്സ്? -1ഉം -12ഉം കിട്ടണം. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഏതൊക്കെ രണ്ട് നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് -12 കിട്ടുക, ഏതൊക്കെ രണ്ട് നമ്പേഴ്സ് ആഡ് ചെയ്യുമ്പോഴാണ് -1 കിട്ടുക? ഏതൊക്കെ ആയിരിക്കും? 3ഉം 4ഉം മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അവിടെ 12 കിട്ടാൻ ചാൻസ് ഉണ്ട്. അതേപോലെ 4ന്ന് 3 പോകുമ്പോൾ ഒരു 1ഉം കിട്ടുന്നുണ്ട്. ഇനി അതിൻ്റെ സൈന് നമ്മൾ കൊടുക്കുക. അപ്പോൾ 3ഉം 4ഉം ആകുമ്പോൾ ഏതൊക്കെയാണ്? -3, 4 ചെയ്യുമ്പോൾ നമുക്ക് -12 കിട്ടുന്നുണ്ട്. യെസ്, അപ്പോൾ -3, പക്ഷേ -3 + 4 ചെയ്യുമ്പോൾ നമുക്ക് -1 അല്ല കിട്ടുക, +1 ആണ് കിട്ടുക.
അപ്പോൾ -3 4 അല്ല, ഏതായിരിക്കും 3, -4 ആയിരിക്കും. 3 -4 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? -12 കിട്ടും. 3 + 4 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? -3 + -4 ചെയ്യുമ്പോൾ -1 എന്ന് കിട്ടും. സോ A = 3 ആണ്, B = -4 ആണ്. ഈ എന്താണ് നെക്സ്റ്റ്, അപ്പോൾ x + 3 × x - 4 ആയിരിക്കും = 0. ഈ ഒരു ഫോമിലേക്ക് നമുക്ക് മാറ്റാൻ പറ്റും. ഇവിടെ നമുക്ക് ആ ഒരു x കണ്ടുപിടിക്കാൻ ഈസിയാണ്. ആ നേരെ ഇവിടെയുള്ള സൈനിൻ്റെ ഓപ്പോസിറ്റ് കൊടുക്കുക. x = 3 ഓർ x = 4. ഇപ്പോൾ x 3 അല്ലെങ്കിൽ x 4 ആണ് ഇവിടെ ആൻസർ. ഇവിടെയുള്ള സൈനിൻ്റെ ഈ ഒരു +3 ഉള്ള -3 ആക്കി കൊടുക്കുക, -4 ഉള്ള +4 ആക്കി കൊടുക്കുക. അപ്പോൾ ആ സൊല്യൂഷനിലേക്ക് നമുക്ക് എത്താൻ പറ്റും. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കാം, ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കാം കറക്റ്റ് ആണോ എന്ന്. x -3 ആണ് അല്ലെങ്കിൽ x 4 ആണ്, ഇത് നമുക്ക് ഫസ്റ്റ് ചെക്ക് ചെയ്യാം. x 4 ആണെങ്കിൽ x² എന്ന് പറഞ്ഞാൽ 16 ആണ് അല്ലേ, 16 ആണ്. x² എന്ന് പറയുമ്പോൾ എന്താ 4 + 12 ആണ് അല്ലേ, ആ സംഖ്യയോട് 12 കൂട്ടിയതിന് ഈക്വൽ ആണ് അതിൻ്റെ സ്ക്വയർ. കറക്റ്റ് ആണ്, യെസ്. അതേപോലെ x -3, -3ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 9 ആണ്. ഇപ്പോൾ 9 = എന്താ -3 + 12 ആണ് അല്ലേ, ആ സംഖ്യയോട് 12 കൂട്ടുമ്പോൾ നമുക്ക് ആ സംഖ്യേൻ്റെ സ്ക്വയർ കിട്ടുന്നുണ്ട്. കറക്റ്റ് ആണ്. ഇപ്പോൾ x -3 ആണെങ്കിലും x 4 ആണെങ്കിലും ആ ഒരു ഇത് കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട്. യെസ്, അപ്പോൾ ആൻസർ നമുക്ക് കിട്ടി. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. കൺസിഡർ ദ പോളിനോമിയൽ p of x = x² - 5x + 6. ഈ ബഹുപദം പരിഗണിക്കുക, x² - 5x + 6 എന്നുള്ള ബഹുപദം പരിഗണിക്കുക. റൈറ്റ് p of x as the product of 2 first degree polynomials. ഇതിനെ ഒരു 2 ഒന്നാം കൃതി ബഹുപദങ്ങളുടെ ഗുണനഫലമായിട്ട് എഴുതുക. p of x = 0 എന്ന സമവാക്യത്തിൻ്റെ പരിഹാരങ്ങൾ കണ്ടെത്തുക, അതിൻ്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഇതിനെ p of x = x² - 5x + 6, ഇതിനെ നമ്മൾ 2 ഫാക്ടേഴ്സ് ആയിട്ട് എഴുതണമെങ്കിൽ നമുക്കറിയാം a + b = -5 ആണ്, ab = 6 ആണ്. അപ്പോൾ എയും ബിയും എന്തായിരിക്കും? എയും ബിയും എത്രയാ 2 3, 2ഉം 3ഉം ആഡ് ചെയ്യുമ്പോൾ ഒരു 5 കിട്ടുന്നുണ്ട്, 2ഉം 3ഉം മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 6 കിട്ടുന്നുണ്ട്. അപ്പോൾ 2ഉം 3ഉം പക്ഷേ സൈന് -5 കിട്ടേണ്ട, അപ്പോൾ -2 ആൻഡ് -3 ആയിരിക്കും നമ്പേഴ്സ്. -2 + -3 ചെയ്യുമ്പോൾ -5 കിട്ടും, -2 × -3 ചെയ്യുമ്പോൾ 6ഉം കിട്ടും. അപ്പോൾ a = -3, -2 -3. അപ്പോൾ അതിനെ നമുക്ക് എങ്ങനെ എഴുതാം? p of x = x - 5 × x + 6. യെസ്, അപ്പോൾ നമ്മളതിനെ എന്താക്കിയിട്ട് എഴുതി? ഫസ്റ്റ് ഓപ്ഷൻ എഴുതി, പ്രോഡക്റ്റ് ഓഫ് 2 ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽസ് x -5ഉം x + 6 എന്നുള്ള 2 ഒന്നാം കൃതി ബഹുപദങ്ങളുടെ ഗുണനഫലമായിട്ട് നമ്മൾ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അത് കിട്ടിയിട്ടുണ്ട്. ഇനി അടുത്ത എന്താ പറഞ്ഞിട്ടുള്ളത്? ബി ഓപ്ഷനിൽ എന്താ പറഞ്ഞിട്ടുള്ളത്? ഫൈൻഡ് ദ സൊല്യൂഷൻസ് ഓഫ് ദ ഇക്വേഷൻ p of x = 0. p of x 0 എന്ന് പറഞ്ഞാൽ p of x = നമുക്കറിയാം x - 5 × x + 6 ആണ്. യെസ്, ഇത് 0 ആണെങ്കിൽ നമുക്കറിയാം x = 5 ആയിരിക്കണം ഓർ x = -6 ആയിരിക്കണം അല്ലേ. ഈ സൈന് നേരെ മാറ്റിയാൽ മതി, -5 ഉള്ളത് +5 ആക്കി, +6 ഉള്ളത് -6 ആക്കി. യെസ്, x = 5 ഓർ x = -6 എന്നുള്ളൊരു ആൻസറിലേക്ക് നമുക്ക് എത്താൻ പറ്റിയിട്ടുണ്ട്. സോ ഇതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ വരുന്ന നമ്മളുടെ എക്സാമിന് എന്തായാലും നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ഇതിൽ നിന്ന് ഇത്രയും ക്വസ്റ്റ്യൻസ് നമ്മൾ വർക്കൗട്ട് ചെയ്തതിൽ നിന്ന് നിങ്ങൾക്ക് എന്തായാലും ക്വസ്റ്റ്യൻ വരും. അപ്പോൾ എന്തായാലും കറക്റ്റായിട്ട് എല്ലാവരും അത് വാച്ച് ചെയ്ത് ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടില്ലെങ്കിൽ ഒന്നും കൂടി റിവൈസ് ചെയ്ത് മനസ്സിലാക്കി തന്നെ പഠിക്കുക. ഓക്കെ, കറക്റ്റായിട്ട് ആ കോൺസെപ്റ്റ് മനസ്സിലാക്കിയിട്ട് ക്വസ്റ്റ്യൻസ് എങ്ങനെ നമുക്ക് വർക്കൗട്ട് ചെയ്യാൻ പറ്റുമെന്നുള്ള അത് രീതി മനസ്സിലാക്കുക. കൂടുതൽ ക്വസ്റ്റ്യൻസ് നിങ്ങൾ വർക്കൗട്ട് ചെയ്ത് നോക്കുക ഈ ചാപ്റ്ററിൽ നിന്ന്. ഓക്കെ, അങ്ങനെയാണ് നമുക്ക് ഈ ഒരു ചാപ്റ്റർ കറക്റ്റായിട്ട് ഈസി ആയിട്ട് നമുക്ക് പഠിക്കാൻ പറ്റുക. ഓക്കെ, നമുക്കിനി നെക്സ്റ്റ് ഒരു ചാപ്റ്ററിലേക്ക് പോകാം. ജോമെട്രി ആൻഡ് അൾജിബ്ര അല്ലെങ്കിൽ ജാമിതിയും ബീജഗണിതവും എന്നൊരു ചാപ്റ്ററാണ്, എന്നൊരു ഭാഗമാണ് നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്നത്. സോ ഇത് നമ്മൾ ഓൾറെഡി നമ്മൾ കോർഡിനേറ്റ്സ് അല്ലെങ്കിൽ സൂചക സംഖ്യകൾ എന്നുള്ള ചാപ്റ്റർ നമ്മൾ കണ്ടിട്ടുണ്ട്. ഓൾറെഡി നമ്മൾ ലൈവിൽ ഡിസ്കസ് ചെയ്തതുമാണ്. അതിൽ ഒരു സെഷൻ, കഴിഞ്ഞൊരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത ചാപ്റ്ററാണ്. അതിൻ്റെ ഒരു ബാക്കിയായിട്ട് വരുന്ന കുറച്ച് കാര്യങ്ങളാണ് ഈ ഒരു ജോമെട്രി ആൻഡ് അൾജിബ്ര എന്ന ചാപ്റ്ററിലൂടെ നമ്മൾ കാണുന്നത്. ഇവിടെ ഇപ്പോൾ പാരലോഗ്രാം, ഓക്കെ, ഇവിടെ പാരലോഗ്രാം നിങ്ങൾ നോക്കുക. കഴിഞ്ഞ ഒരു ചാപ്റ്ററിൽ, അതായത് കോർഡിനേറ്റ്സിൽ നമ്മളൊരു റെക്റ്റാങ്കിൾ, ഒരു XY ആക്സിസ് ഉണ്ട്. ആ XY ആക്സിസിൽ നമ്മളൊരു റെക്റ്റാങ്കിൾ ഇടുകയാണെങ്കിൽ അതിലിപ്പോൾ 2 പോയിന്റ്സ് നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ള പോയിന്റ്സ് ഒക്കെ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ട് നമുക്ക് ആ ഒരു ക്വസ്റ്റ്യൻസ് നമ്മൾ അങ്ങനെ ആ ടൈപ്പിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇവിടെ നിങ്ങൾ കാണാൻ പോകുന്നത് പാരലോഗ്രാം ആണ് വരുന്നത്. പാരലോഗ്രാം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പോൾ റെക്റ്റാങ്കിൾ ആണെങ്കിൽ അതിലെ 4 ആംഗിൾസ് 90 ഡിഗ്രിയാണ്. പക്ഷെ പാരലോഗ്രാം എന്ന് പറയുമ്പോൾ ആംഗിൾസ് 90 ഡിഗ്രി ആവില്ല. ഐ മീൻ ആകണമെന്ന് നിർബന്ധമില്ല. പക്ഷെ എന്താണ്? സൈഡ്സ് പാരലൽ ആണ്. ഓക്കെ, സൈഡ്സ് പാരലൽ ആണ്. ഈ 2 ഓപ്പോസിറ്റ് സൈഡ്സ് പാരലൽ ആയിരിക്കും. ഇവിടെയുള്ള ഓപ്പോസിറ്റ് സൈഡ്സ് പാരലൽ ആയിരിക്കും അല്ലേ. അതേപോലെ ഓപ്പോസിറ്റ് ആംഗിൾസ് ഈക്വൽ ആയിരിക്കും. ഈ ഓപ്പോസിറ്റ് ആംഗിൾസും
ഈക്വൽ ആയിട്ടുള്ള ഈ ഒരു എന്താണ് ക്വാഡ്രിലാറ്ററലാണ് എന്ത് പാരലോഗ്രാം എന്ന് പറയാം. യെസ്, അപ്പോൾ ഇവിടെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഈ ഒരു ഭാഗത്ത് നിന്ന് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ, അതായത് വരാൻ പോകുന്ന ക്വസ്റ്റ്യൻ എങ്ങനെയായിരിക്കും, ഈ 3 പോയിന്റ്സ് നമുക്ക് തരും. ഓക്കെ, എന്നിട്ട് ഈ ഒരു 4ാമത്തെ പോയിന്റ് ഏതാണെന്ന് ചോദിക്കും. അങ്ങനത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻ നമുക്ക് ഇവിടുന്ന് ചോദിക്കാം. ഇവിടെ 3 പോയിന്റ്സ് തന്നിട്ടുണ്ട്, 4, 5, 3, 2, 6, 3 എന്നുള്ള 3 പോയിന്റ്സ് തന്നിട്ടുണ്ട്. ഈ 4ാമത്തെ പോയിന്റ് ചോദിച്ചാൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ഇവിടെ നോക്കാം, ഇവിടെ ഇപ്പം ഇത് എക്സ് വൈ ആക്സിസിലാണെന്ന് വിചാരിക്കാം. യെസ്, ഞാനിപ്പോൾ ആ ഒരു ആക്സിസ് ജസ്റ്റ് അവിടെ വരയ്ക്കാം നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടിയിട്ട്. ഇത് എക്സ് വൈ ആക്സിസിലാണ്, ഇത് എക്സ് ആക്സിസ് വൈ ആക്സിസ്, ഈ ഒരു കോർഡിനേറ്റ് പ്ലെയിനിലാണ് ഇത് കിടക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ നോക്കാം, ഇത് എക്സ് ആക്സിന് യെസ് ഇവിടെ 3, 2 എന്നുള്ള പോയിന്റ് ഉണ്ട്, ഇവിടെ 6, 3 എന്നുള്ള പോയിന്റ് ഉണ്ട്. ഈ ഒരു 3, 2 എന്ന പോയിന്റ് നിന്ന് ഈ 6, 3ലേക്കുള്ള ഒരു ലെങ്ത് അല്ലെങ്കിൽ ആ ഒരു ഡിസ്റ്റൻസ് എക്സിൽ നമ്മൾ എക്സ് ആക്സിസിലൂടെ അല്ലെങ്കിൽ എക്സിന് പാരലലായിട്ട് നമ്മൾ പോവുകയാണെങ്കിൽ എത്രയായിരിക്കും ആ ഡിസ്റ്റൻസ്? ഇവിടെ നിങ്ങൾ നോക്കുക, ഇവിടെ 3 ആണ്, 3,0 ആയിരിക്കും ഇവിടുത്തെ. യെസ്, അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കി ഈ പോയിന്റിന്റെ എക്സ് എന്ന് പറയുന്നത് 6,0 ആയിരിക്കും അല്ലേ? അങ്ങനെയാണെങ്കിൽ ആ പോയിന്റ് ഇവിടെ 6 കിട്ടുള്ളൂ, ഇവിടെ 3 കിട്ടുള്ളൂ. അതേപോലെ ഇവിടെ എന്തായിരിക്കും? 2 ആയിരിക്കും. യെസ്, ഇവിടെ 3 ആയിരിക്കും, ഇവിടെ 6 ആയിരിക്കും. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ഈ ഒരു ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 3 യൂണിറ്റ്സ് ആയിരിക്കും അല്ലേ? അതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ എക്സ് അവിടെ 3 യൂണിറ്റ്സ് കൂടി എന്ന് പറയാം അല്ലേ? ഇതിൽ നിന്ന് ഈ പോയിന്റിലേക്ക് പോയപ്പോൾ എക്സ് കോർഡിനേറ്റ് അല്ലെങ്കിൽ എക്സിന്റെ സൂചക സംഖ്യ 3 നിന്ന് 6 ആയി, 3 കൂടി. ഇവിടെ എന്തായി? 2 നിന്ന് 3 ആയി അല്ലേ? 1 അവിടെ കൂടി. അപ്പം എക്സിൽ നമ്മൾ 3 കൂടി. യെസ്, 2 വൈ സൂചക സംഖ്യ 1ഉം കൂടി. അങ്ങനെയാണെങ്കിൽ ഇവിടെ എക്സിൽ നിങ്ങൾ എന്ത് കൂട്ടുക? 3 കൂട്ടുക. അപ്പോൾ എത്രയാവും? 4 + 3, 4 + 3 എന്ന് വരും. കോമ വൈയിൽ എത്രയാണ് കൂട്ടണ്ടേ? ഇവിടെ വൈയിൽ എത്രയാണ് കൂടിയത്? 2 നിന്ന് 3 ആയി, അപ്പം വൈ 1 കൂടി. അപ്പോൾ ഇവിടെയും എന്ത് ചെയ്യുക? വൈയിലേക്ക് 1 കൂട്ടുക. അപ്പോൾ വൈ എന്താ? ഇവിടെ വൈ സൂചക സംഖ്യ എന്ന് പറഞ്ഞാൽ, വൈ കോർഡിനേറ്റ് എന്ന് പറഞ്ഞാൽ 5 ആണ്. അപ്പോൾ 5ക്ക് ഒന്നും കൂടി കൂട്ടാം, 5 + 1. അല്ലെങ്കിൽ ആ ഒരു ഇവിടെ ഈ ഒരു പോയിന്റ് ഏതാണെന്ന് മനസ്സിലാക്കാം. ദിസ് പോയിന്റ് ഈസ് 4 + 3 7, 5 + 1 എന്ന് പറഞ്ഞാൽ 6, 7,6 ആയിരിക്കും ഇവിടെയുള്ള ഈ ഒരു പോയിന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇങ്ങനെയാണ് അപ്പോൾ നമ്മളൊരു പാരലോഗ്രാമിൽ ഒരു പോയിന്റ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ കണ്ടുപിടിക്കുക. ഇനിയിപ്പോൾ ഈ പോയിന്റ് തന്നെ ചോദിക്കണം എന്നില്ല, ഈ പോയിന്റ് തന്നിട്ട് ഈ താഴെയുള്ള പോയിന്റ് ചോദിക്കാം, അല്ലെങ്കിൽ ഈ പോയിന്റ് ചോദിക്കാം. ഏതെങ്കിലും 3 പോയിന്റ്സ് തന്നിട്ട് ഈ അടുത്തൊരു പോയിന്റ് കണ്ടുപിടിക്കാൻ വേണ്ടി ചോദിക്കുക. അപ്പോൾ ഇപ്പോൾ ഇവിടുത്തെ പോയിന്റ് ആണ് ചോദിച്ചതെങ്കിൽ ഈ പോയിന്റ് തന്നു, ഈ പോയിന്റ് തന്നില്ല. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യണം? ഇവിടെ ഈ 7, 6 എന്ന് നമ്മൾ നോക്കുക. ഇവിടെ 6, 3, 3, 2 ആവാൻ 3 അവിടെ കുറയ്ക്കണം അല്ലേ? -3 ചെയ്യണം. അതേപോലെ 3 ഇവിടുന്ന് 2 ആവാൻ -1 ചെയ്യണം. അപ്പോൾ ഇവിടെ 7 -3 ചെയ്ത് കൊടുക്കുക. അതേപോലെ 6 -1 ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരുന്നത് അതിനനുസരിച്ച് അതിനെ എന്താണ് ചെയ്യേണ്ടത്? ആഡ് ചെയ്യാണോ അല്ലെങ്കിൽ സബ്ട്രാക്ട് ചെയ്യാണോ, കുറയ്ക്കാണോ, കൂട്ടാണോ വേണ്ടിയെന്ന് നിങ്ങൾ കറക്റ്റായിട്ട് നോക്കിയിട്ട് ലോജിക്കലായിട്ട് അവിടെ ആൻസർ ചെയ്യുക. ഇതാണ് ഫസ്റ്റ് ഒരു പോർഷൻ വരുന്നത്. അടുത്തത് മിഡ് പോയിന്റ് എന്നുള്ളൊരു സെക്ഷൻ വരുന്നുണ്ട്. മിഡ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഈ ഒരു XY പ്ലെയിനിൽ ഒരു ലൈൻ ഉണ്ട്, XY പ്ലെയിനിൽ ഒരു ലൈൻ ഉണ്ട്. ഇത് XY പ്ലെയിനാണെന്ന് വിചാരിക്കുക. ഇതിൽ സപ്പോസ് ഇങ്ങനെ ഒരു ലൈൻ ഉണ്ട്. ഓക്കെ, ഇതിൽ 2 പോയിന്റ്സ് നമുക്ക് തന്നിട്ടുണ്ട്. 2 പോയിന്റ്സ് തന്നിട്ടുണ്ട്. ഒരു പോയിന്റിന്റെ സൂചക സംഖ്യകൾ x1, y1 ആണ്, അല്ലെങ്കിൽ കോർഡിനേറ്റ്സ് x1, y1 ആണ്. മറ്റേ പോയിന്റിന്റെ x2, y2 ആണ്. ഇങ്ങനെയാണ് കിടക്കുന്നതെങ്കിൽ ഈ ഒരു ഇതിന്റെ മിഡ് പോയിന്റ്, ഈ ഒരു ലൈനിന്റെ മിഡ് പോയിന്റ് ഇതാണെങ്കിൽ ആ മിഡ് പോയിന്റ് കാണാനുള്ള ഈ ഒരു ലൈനിന്റെ മിഡ് പോയിന്റ് എന്ന് പറഞ്ഞാൽ നടുവിലെ ഏറ്റവും കൃത്യമായിട്ട് ആ ലൈനിനെ ഡിവൈഡ് ചെയ്യുന്ന ഒരു പോയിന്റ് ആണ് മിഡ് പോയിന്റ് അല്ലേ? ഈ ഒരു ലൈനിനെ കൃത്യമായിട്ട് ഡിവൈഡ് ചെയ്യുന്ന പോയിന്റ് ആയിരിക്കും ഇത്. ആ ഒരു പോയിന്റിന്റെ കോർഡിനേറ്റ്സ് കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ് നിങ്ങൾക്ക് ഇവിടെ തന്നിട്ടുള്ളത്. എന്താണ്? ½ × x1 + x2 ആയിരിക്കും ഇതിന്റെ എക്സ് കോർഡിനേറ്റ്, ½ x1 + x2. ഓക്കെ, അല്ലെങ്കിൽ ½ y1 + y2 ആണ് y കോർഡിനേറ്റ് എന്ന് പറയാം. ഓക്കെ, ഇതാണ് ഇവിടുത്തെ ആ ഒരു സൂചക സംഖ്യ, ഈ ഒരു പോയിന്റിന്റെ കോർഡിനേറ്റ്സ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമുക്ക് പറയാം x1 + x2 / 2, y1 + y2 / 2 എന്ന് പറയാം. യെസ്, ഇതാണ് മിഡ് പോയിന്റിന്റെ ഫോർമുല എന്ന് പറയുന്നത്. മിഡ് പോയിന്റ് നമ്മൾ കണ്ടുപിടിക്കാൻ യൂസ് ചെയ്യുന്ന ഫോർമുല. യെസ്, നിങ്ങൾക്ക് കാണുന്നുണ്ടോ? യെസ്, ഓക്കെ, മിഡ് പോയിന്റ് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഫോർമുലയാണ് ഇത്. ഓക്കെ, അപ്പോൾ അത് കൃത്യമായിട്ട് മനസ്സിലാക്കാം. മിഡ് പോയിന്റ് കണ്ടുപിടിക്കാൻ പറഞ്ഞ് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ വരാറുണ്ട്. ക്വസ്റ്റ്യൻസ് നമ്മൾ കാണുന്നുണ്ട്. ഓക്കെ, ക്വസ്റ്റ്യൻസ് ഈ ഒരു സെഷൻ്റെ ലാസ്റ്റ് നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ചെയ്യും. അതിൽ മിഡ് പോയിന്റ് കണ്ടുപിടിക്കണം എന്ന് പറഞ്ഞിട്ട് പോയിന്റ് കറക്റ്റായിട്ട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഫോർമുല എന്തായാലും പഠിച്ചു വെക്കാം. യെസ്, അടുത്തൊരു റേഷ്യോ. ഓക്കെ, റേഷ്യോ ഫോർ എക്സാമ്പിൾ, how do we calculate the coordinates of the point which divides the line joining 1, 6 and 11, 2 in the ratio 3:5?
ഇവിടെ പറഞ്ഞിട്ടുള്ളത് നേരത്തെ ഒരു ലൈനിലെ മിഡ് പോയിന്റ് ആണ് നമ്മൾ കണ്ടുപിടിച്ചത്. പക്ഷേ ഇവിടെ ഒരു ലൈൻ ഉണ്ട്. ആ ലൈനിലെ 2 പോയിന്റ്സ് ആണ് ഇത് 1,6 ആൻഡ് 11,2 എന്ന് പറയുന്നത്. 2 പോയിന്റ്സ് ആണ് 1, 6ഉം 11, 2. ഈ ലൈനിനെ 3:5 എന്ന റേഷ്യോയിൽ ഒരു പോയിന്റ് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. 3:5 എന്നുള്ള ഒരു അനുപാതത്തിൽ അല്ലെ എന്ന അംശബന്ധത്തിൽ ഒരു ബിന്ദു അതിനെ ഭാഗിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ ഒരു പോയിന്റിന്റെ സൂചക സംഖ്യകൾ 3:5 എന്ന റേഷ്യോ പറഞ്ഞാൽ ഏതായിരിക്കും? 3ഉം 5 ഉണ്ടല്ലേ, 3 + 5 ടോട്ടൽ 8 ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ലൈനിനെ നമ്മൾ 8 പാർട്ടാക്കി. ഓക്കെ, ഹാഫ് ഈ ഒരു ലൈനിനെ 8 പാർട്ടാക്കി. 1, 2, 3, 4, 5, 6, 7, 8. ഈ ലൈനിനെ നമ്മൾ 8 പാർട്ടാക്കിയാൽ ഇങ്ങനെ ഈ ലൈനിനെ 8 പാർട്ടാക്കിയാൽ അതിലെ 3 പാർട്ട് ഇവിടെ. അപ്പോൾ ഇവിടെ ആയിരിക്കും ഈ ഒരു പോയിന്റ്. ഇതിലെ 3 പാർട്ട് ഇവിടെയും ബാക്കി ഇത് എത്രയാ? 5 പാർട്ടും ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ഇവിടെ ഒരു പോയിന്റ് വരും. അപ്പോൾ ആ ഒരു പോയിന്റ് ഈ ഒരു ലൈനിനെ 3:5 റേഷ്യോയിൽ എന്ത് ചെയ്യുന്നുണ്ട്? 3:5 3:5 എന്ന റേഷ്യോയിൽ ആ ലൈനിനെ കട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു പോയിന്റിന്റെ സൂചക സംഖ്യകൾ അല്ലെങ്കിൽ കോർഡിനേറ്റ്സ് കണ്ടുപിടിക്കാൻ ചോദിക്കും. ഓക്കെ, അങ്ങനെ ചോദിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഇവിടെ എന്ത് ചെയ്യാം? ആദ്യം നമ്മൾ എക്സിൻ്റെ ഡിഫറൻസ് കണ്ടുപിടിക്കാം. 11 - 2 ആണ് ഇവിടെ എക്സിൻ്റെ ഡിഫറൻസ്. x1 എന്ന് പറഞ്ഞാൽ 1 ആണ്, x2 11 ആണ്. സോ എക്സിൻ്റെ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ 11 - 1 10 ആണ് എക്സിൻ്റെ ഡിഫറൻസ്. വൈൻ്റെ ഡിഫറൻസ് കണ്ടുപിടിക്കാം. 2 - 6 -4 ആണ് വൈൻ്റെ ഡിഫറൻസ്. 2 - 6 ചെയ്താൽ -4 വരും. എന്നിട്ട് ആ ഡിഫറൻസിനെ എന്ത് ചെയ്യുക? ഇവിടെ ടോട്ടൽ 3:5 ആണ്. അപ്പം 3 എന്ന് പറഞ്ഞാൽ 3/8 ആണ് ഈ ഒരു പാർട്ട് എന്ന് പറഞ്ഞാൽ. 3/8 ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ ഡിഫറൻസിനെ 3/8 × 10 ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് അവിടെ എക്സിൽ ഒരു വാല്യൂ കിട്ടും. 3/8 × 10 ചെയ്യുമ്പോൾ 30/8 എന്ന് വരും, അല്ലെങ്കിൽ 15/4 which is equal to 3/4 എന്ന് വരും. ഓക്കെ, അതേപോലെ നമ്മൾ വൈയിൽ 3/8 × -4 ചെയ്യാം. അപ്പോൾ -12/8 എന്ന് വരും, which is equal to -3/2 which is equal to -1/2. അപ്പോൾ നമുക്ക് 2 വാല്യൂസ് കിട്ടി. ഇനി ഇതിനെ ഇപ്പോൾ നമുക്ക് ഈ ഒരു ഡിഫറൻസിൻ്റെ, അതായത് ഈ ഒരു ഇതിൻ്റെയും ഡിഫറൻസ് 11 - 1 10ഉം 2 - 6 -4ഉം ആ ഡിഫറൻസ് നമ്മൾ ആദ്യം കണ്ടു. എന്നിട്ട് ആ ഡിഫറൻസിനെ 3/8, ഈ ഒരു പാർട്ട് എന്ന് പറഞ്ഞാൽ 3/8 ആണ്, ആ പാർട്ട് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ ആ ഡിഫറൻസിൻ്റെ ഇത്രയും പാർട്ട് നമുക്ക് കിട്ടി. ആ ഒരു സംഭവത്തിന് ഇതിലേക്ക് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കും. 1 + 3 3/4 ചെയ്യും. ദാറ്റ് ഈസ് 4 3/4. ഇവിടെ നമ്മൾ 6 ആണ് വൈ. അപ്പോൾ വൈയിലേക്ക് 6 - 1 1/2 അല്ലെങ്കിൽ 4 1/2. അപ്പോൾ ഈ 2 വാല്യൂസ് ആയിരിക്കും എന്ത്? അവിടുത്തെ കോർഡിനേറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, 4 3/4ഉം 4 1/2 ഇതായിരിക്കും ഇതിൻ്റെ കോർഡിനേറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു രീതിക്കാണ് നമ്മൾ ആ കോർഡിനേറ്റ്സ് കണ്ടുപിടിക്കേണ്ടത്. ആദ്യം നമ്മൾ എക്സിലെ ഡിഫറൻസ് കാണാം. ഓക്കെ, എക്സിലെ ഡിഫറൻസ് കാണാം. എന്നിട്ട് ആ ഡിഫറൻസിനെ ഇതിലെ ഫസ്റ്റ് എത്രയാണോ 3, അപ്പോൾ 3 എത്രയിലാണ്? ടോട്ടൽ 8 പാർട്ടിലാണ് 3 വരുന്നത്. അപ്പോൾ 3/8 കൊണ്ട് ആ ഡിഫറൻസിനെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യും. എന്നിട്ട് ആ ഒരു ഇത്രയും ഭാഗമാണ് 3/8 എന്ന് പറയുന്നത്. ആ ഭാഗം ഈ ഒരു ഡിഫറൻസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് അത് ആ എക്സ് വാല്യൂയിലേക്ക് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കും. ഓക്കെ, അതേപോലെ ഈ വൈ വാല്യൂസിൻ്റെ ഡിഫറൻസ് കാണാം, വൈ കോർഡിനേറ്റ്സിൻ്റെ ഡിഫറൻസ് കാണാം. ആ ഡിഫറൻസിനെ നമ്മൾ 3/8 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക. ആ കിട്ടുന്ന വാല്യൂവിനെ നമ്മൾ ഇവിടെ 6 ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ ഇവിടെയുള്ള ഈ ഒരു വൈ കോർഡിനേറ്റും നമുക്ക് അവിടെ കിട്ടും. അപ്പോൾ എക്സ് സൂചക സംഖ്യയും സൂചക സംഖ്യയും എക്സ് കോർഡിനേറ്റും വൈ കോർഡിനേറ്റും അവിടെ നമുക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ റേഷ്യോ ചോദിച്ചാൽ ഇങ്ങനെ ആണ് നമ്മൾ അത് ആൻസർ ചെയ്യേണ്ടത്. ഇനി അടുത്ത കുറച്ച് കോൺസെപ്റ്റ്സ് പഠിക്കുന്നത് സ്ലോപ്പ് ഓഫ് എ ലൈൻ, ഇക്വേഷൻ ഓഫ് എ ലൈൻ, ഇക്വേഷൻ ഓഫ് എ സർക്കിൾ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിക്കുന്നുണ്ട്. സ്ലോപ്പ് ഓഫ് എ ലൈൻ എന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പോൾ സപ്പോസ് ഒരു കോർഡിനേറ്റ് ആക്സിസിൽ സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ മീനിങ്. നമ്മൾ ചെരിവ് എന്നാണ് മലയാളത്തിൽ പറയാം. ആ ഒരു ലൈന് ഒരു ആക്സിസിൽ, എക്സ് ആക്സിൽ, വൈ ആക്സിൽ അല്ലെങ്കിൽ ആ കോർഡിനേറ്റ് പ്ലെയിനിൽ ഒരു ലൈൻ എങ്ങനെയാണ് കിടക്കുന്നത്, എത്ര ചെരിഞ്ഞിട്ടാണ് കിടക്കുന്നത്, അത് തന്നെയാണ് എന്ത് ചെരിവ് എന്ന് പറയുന്നത്, സ്ലോപ്പ് എന്ന് പറയുന്നത്. ഇപ്പോൾ സപ്പോസ് ഇത് ഇത്ര ഇങ്ങനെ ഈ ഒരു എക്സ് ആക്സിസിന് പാരലായിട്ട് കിടക്കുകയാണ്, അല്ലെങ്കിൽ എക്സ് ആക്സിസിലാണ് കിടക്കുന്നത്, അല്ലെങ്കിൽ അതിന് പാരലായിട്ട് കിടക്കുകയാണെങ്കിൽ സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ 0 എന്ന് നമുക്ക് പറയാം. ഓക്കെ, അവിടെ സ്ലോപ്പ് ഒന്നും ഇല്ല. ഇനി എക്സ് ആക്സിസിൽ നിന്ന് കുറച്ച് നമ്മളിങ്ങനെ പൊന്തിച്ചു അല്ലേ, ആ ഒരു ലൈനെ കുറച്ചിങ്ങനെ ഉയർത്തി, അപ്പോൾ അതിന് കുറച്ചൊരു സ്ലോപ്പ് വന്നു.
അല്ലേ, പോസിറ്റീവിലേക്ക് കുറച്ചൊരു സ്ലോപ്പ് വന്നു, കുറച്ചും കൂടെ ഉയർത്തിയാൽ അതിന് നല്ലപോലെ സ്ലോപ്പ് വന്നു, നല്ലപോലെ ചെരിവ് വന്നു, ഇനി നല്ലോണം ഉയർത്തിയാൽ പിന്നെയും ചെരിവ് കൂടി എന്നൊക്കെ നമുക്ക് പറയാം. യെസ്, അപ്പോൾ അത് തന്നെയാണ് ചെരിവ്. എത്ര ചെരിഞ്ഞാണ് ഒരു ലൈൻ കിടക്കുന്നത് അതാണ് ഒരു ലൈനിൻ്റെ സ്ലോപ്പ്. ഓക്കെ, അത് മനസ്സിലാക്കാം. ഫോർ എനി 2 points ഓൺ എ ലൈൻ നോട്ട് പാരലൽ ടു എയ്തർ ആക്സിസ് ദ ചേഞ്ച് ഇൻ വൈ കോർഡിനേറ്റ് ഡിവൈഡഡ് ബൈ ദ ചേഞ്ച് ഇൻ എക്സ് കോർഡിനേറ്റ്സ് ഗിവ്സ് ദ സെയിം നമ്പർ. അപ്പോൾ ആ സ്ലോപ്പ് നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അക്ഷങ്ങൾ ഒന്നിനും സമാന്തരമല്ലാത്തൊരു വരയിലെ ഏത് 2 ബിന്ദുക്കൾ എടുത്താലും y സൂചക സംഖ്യയിലെ മാറ്റത്തെ x സൂചക സംഖ്യയിലെ മാറ്റം കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്നത് ഒരേ സംഖ്യയാണ്. പറഞ്ഞുതരാം, സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞുതരാം. ഈ ഒരു സ്ലോപ്പ് കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ് എന്ത്? ഇപ്പോൾ സപ്പോസ് ഒരു ലൈൻ ഉണ്ട്, ഈ ലൈനിൻ്റെ സ്ലോപ്പാണ് കണ്ടുപിടിക്കേണ്ടത്. ആ ലൈനിലെ 2 പോയിന്റ്സ് നമുക്ക് തന്നിട്ടുണ്ട്. x1 y1 ആണ് ഫസ്റ്റ് പോയിന്റ്, x2 y2 ആണ് രണ്ടാമത്തെ പോയിന്റ് എങ്കിൽ അതിലെ സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ ഈസി ആയിട്ട് y2 - y1 ഡിവൈഡ് ബൈ x2 - x1 ചെയ്താൽ നമുക്ക് കിട്ടും. യെസ്, അപ്പോൾ നിങ്ങളോട് ഒരു ലൈനിൽ അല്ലെങ്കിൽ 2 പോയിന്റ്സ് തന്നിട്ടുണ്ട്, ആ 2 പോയിന്റ്സ് ജോയിൻ ചെയ്യുന്ന ലൈനിൻ്റെ സ്ലോപ്പ് എന്താണ്, ചരിവ് എന്താണെന്നൊക്കെ ചോദിച്ചാൽ എന്ത് ചെയ്താൽ മതി? സ്ലോപ്പ് ഈസ് ഈക്വൽ y2 - y1 ഡിവൈഡഡ് ബൈ x2 - x1 അവിടെ ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ അത് മനസ്സിലാക്കാം. യെസ്, ഇനി ഇപ്പോൾ നിങ്ങളോട് ചോദിക്കുകയാണ് 1,2. ഓക്കെ, 1,2 എന്നിട്ട് പിന്നെ ഒരു 5,6 ഈ 2 പോയിന്റ്സ് നമ്മളൊരു ജോയിൻ ചെയ്തൊരു ലൈൻ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ 2 പോയിന്റ്സ് ജോയിൻ ചെയ്തൊരു ലൈൻ ഉണ്ടാവുന്നുണ്ട്. ആ ലൈനിൻ്റെ സ്ലോപ്പ് എന്താണെന്ന് ചോദിച്ചാൽ എന്ത് ചെയ്യണം? സ്ലോപ്പ് ഈസ് ഈക്വൽ ടു y2 - y1. y2 എന്ന് പറഞ്ഞാൽ ഇതിലെ 6 മൈനസ് y1 എന്ന് പറഞ്ഞാൽ 2. യെസ്, അപ്പം യെസ് പോയി 1 2 5 6 ആയിരുന്നു. ഇപ്പോൾ സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ 6 - 2 ഡിവൈഡഡ് ബൈ 5 - 1 ആയിരിക്കും. ദാറ്റ് ഈസ് 4/4 ഈസ് ഈക്വൽ ടു 1 ആയിരിക്കും എന്ത് അവിടുത്തെ ആ ലൈനിൻ്റെ സ്ലോപ്പ് എന്ന് പറയുന്നത്. യെസ്, അപ്പോൾ അങ്ങനെയാണ് സ്ലോപ്പ് കണ്ടുപിടിക്കേണ്ടത്. ഇനി എന്താ പറഞ്ഞിട്ടുള്ളത്? അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം, y2 - y1 ഈസ് ഈക്വൽ ടു സ്ലോപ്പ് ഇൻറ്റു x2 - x1 ഇങ്ങനെയും നമുക്ക് പറയാം. ഓക്കെ, ഇനി ഇവിടെ നോക്കുക, ഇക്വേഷൻ ഓഫ് എ ലൈൻ. അങ്ങനെയാണെങ്കിൽ ഒരു ലൈനിന് നമുക്ക് ഇക്വേഷൻ കൊടുക്കുക. ഇവിടെ 2 പോയിന്റ്സ് ആണ് തന്നിട്ടുള്ളത് അല്ലേ, 2 റിയൽ വാല്യൂസ് ഉള്ള ആ ഒരു പോയിന്റ്സ് നമുക്ക് തന്നിട്ടുണ്ട്. ഇനി നമ്മളോട് പറയുകയാണ് ഒരു ലൈൻ ഉണ്ട്, ഒരു ആക്സിസിൽ, ഒരു XY ആക്സിസിൽ ഒരു ലൈൻ ഉണ്ട്. യെസ്, ഇങ്ങനെ ഒരു ലൈൻ ഉണ്ട്. ഇതിൻ്റെ സ്ലോപ്പ് തന്നിട്ടുണ്ട്. സ്ലോപ്പ് സിക്കൽ 1/2 ആണ് തന്നിട്ടുണ്ട്. ഇതിലൊരു പോയിന്റും തന്നിട്ടുണ്ട്. എത്രയാ? 3,6 എന്നുള്ള ഒരു പോയിന്റും അതിൽ തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഒരു സ്ലോപ്പും ഒരു പോയിന്റ് തന്നിട്ട് ആ ലൈനിന് നമുക്കൊരു ഇക്വേഷൻ എഴുതാനെന്ന് വേണ്ടിയിട്ട് ചോദിക്കാം. ഇക്വേഷൻ എന്ന് പറയുമ്പോൾ ആ ലൈനിന് ദ റിലേഷൻ ബിറ്റ്വീൻ ദ കോർഡിനേറ്റ്സ് ഓഫ് എവരി പോയിന്റ് ഓൺ എ ലൈൻ ഈസ് കോൾഡ് ദ ഇക്വേഷൻ ഓഫ് ദ ലൈൻ. അപ്പോൾ ആ ഒരു ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഇതിനിപ്പോൾ സപ്പോസ് 2x + y = 0 അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞൊരു ഇക്വേഷൻ ഉണ്ടാവും. ആ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഈ ലൈനിലെ എല്ലാ പോയിന്റ്സും സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു ഇക്വേഷനാണ് ഈ ഇവിടെ കിട്ടുന്ന ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ. ഇവിടുത്തെ ഇക്വേഷൻ എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് വെച്ചാൽ നമ്മൾ ആ ഒരു ലൈനിൽ വേറൊരു പോയിന്റ് എടുക്കാം, x, y എന്നുള്ള പോയിന്റ് എടുക്കാം. x, y എന്നുള്ള പോയിന്റ് എടുക്കുമ്പോൾ അവിടെ നമുക്കറിയാം സ്ലോപ്പ് എന്ന് പറയുന്നത് എന്താ, അല്ലെങ്കിൽ y2 - y1 എന്ന് പറയുമ്പോൾ സ്ലോപ്പ് ഇൻറ്റു x2 - x1 ആണ്. അപ്പം y2 എന്ന് പറയുമ്പോൾ ഞാൻ ഇവിടെ y എന്നെടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ y - y1 എന്നുള്ളത് ഞാൻ 6 കൊടുക്കുകയാണ്. 6 = സ്ലോപ്പ് എത്രയാണ്? സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ 1/2 എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സ്ലോപ്പ് ഇൻറ്റു 1/2 ഇൻറ്റു x2 - x1 ആണ്. അപ്പോൾ x2നെ ഞാൻ എന്ത് കൊടുക്കും? x എന്ന് കൊടുക്കും. x1നെ 3 എന്ന് കൊടുക്കും. അപ്പോൾ x - 3 ഇതായിരിക്കും ഇവിടെ ഈ ഒരു ലൈനിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമുക്ക് ഒന്നുകൂടെ y - 6 = അല്ലെങ്കിൽ ഈ ഒരു ഡിവൈഡഡ് ബൈ 2 ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഇൻറ്റു 2 ആവും. അപ്പോൾ 2y - 2 × 6 12 = x - 3 എന്ന് വരും. ഒന്നും കൂടെ വൃത്തിക്ക് എഴുതിയാൽ x - 2y, ഈ ഒരു -12 അങ്ങോട്ട് വരുമ്പോൾ +12 ആവും അല്ലേ. -2y അങ്ങോട്ട് വരുമ്പോൾ -2y ആവും. -12 ഇപ്പുറത്തേക്ക് വരുമ്പോൾ +12 ആവും. +12 -3 ഉണ്ട്, ദാറ്റ് ഈസ് +9 = 0. ഇങ്ങനെ ഒരു ഫോമിലേക്ക് നമുക്ക് ഇതിനെ എഴുതാൻ വേണ്ടി പറ്റും. എങ്ങനെയാണ്? ആ സ്ലോപ്പിൻ്റെ ഇക്വേഷൻ യൂസ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു ലൈൻ ഓഫ് ഇക്വേഷൻ നമ്മൾ കണ്ടുപിടിച്ചത്. ഈ ലൈൻ ഓഫ് ഇക്വേഷൻ കൊണ്ട് ആക്ച്വലി ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ലൈനിലെ ഇപ്പോൾ ഇവിടെ ഈ XY ആക്സിസിൽ ഇവിടെ ഒരു ലൈൻ ഉണ്ട്. ഈ ഒരു ലൈനിലെ ഏതൊരു പോയിന്റ് നമ്മൾ എടുത്താലും അതിലെ x കോർഡിനേറ്റും y കോർഡിനേറ്റും ഉണ്ടാവും.
ആ എക്സ് കോർഡിനേറ്റും വൈ കോർഡിനേറ്റും നമ്മൾ ഈ ഇക്വേഷനിൽ ഇട്ട് കൊടുക്കുമ്പോൾ അത് കറക്റ്റായിട്ട് ഈ ഇക്വേഷനിൽ സാറ്റിസ്ഫൈ ചെയ്ത് പോകും. അല്ലെങ്കിൽ എക്സും വൈയും ഇവിടെ കൊടുക്കുമ്പോൾ ഈ ഇക്വേഷന് കറക്റ്റായിട്ട് 0 എന്നൊരു ആൻസർ റിസൾട്ട് നമുക്ക് കിട്ടും. അതാണ് ഇവിടെ ഇക്വേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു ലൈനിൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ സപ്പോസ് നിങ്ങളോട് ചോദിക്കും, ഒരു ഇക്വേഷൻ തന്നിട്ട് ഈ ഒരു പോയിന്റും തരും, ഒരു ഇക്വേഷൻ ഓഫ് എ ലൈനും തരും. എന്നിട്ട് ആ പോയിന്റ് ആ ഒരു ഇക്വേഷനിൽ ആ ഒരു ലൈനിലെ ഒരു പോയിന്റ് ആണോ? ഇപ്പോൾ ഒരു പോയിന്റ് ഇപ്പോൾ 4,5 എന്നുള്ള പോയിന്റ് തരും. ഈ ഒരു പോയിന്റ് ഈ ഒരു ലൈനിൽ കിടക്കുന്ന പോയിന്റ് ആണോ എന്നൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ക്വസ്റ്റ്യൻ തരും. അങ്ങനെയാണെങ്കിൽ എക്സിനും വൈനും ഈ വാല്യൂസ് കൊടുത്തുകൊണ്ട് ചെക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് നമുക്ക് നമുക്ക് വരുന്നുണ്ട്. യെസ്, സോ ഇതാണ് ഇക്വേഷൻ ഓഫ് എ ലൈൻ എന്ന് പറയുന്നത്. ഇക്വേഷൻ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യുക? y2 മൈനസ് y1, ആ സ്ലോപ്പിൻ്റെ ഇക്വേഷന് പകരം എക്സും വൈയും കൊടുക്കാം. യെസ്, ഇവിടെ ഒരു പോയിന്റ് തന്നിട്ടുണ്ടെങ്കിൽ അടുത്തൊരു പോയിന്റ് എക്സും വൈ ആക്കിയിട്ട് എടുത്തിട്ട് സ്ലോപ്പിൻ്റെ ആ ഇക്വേഷനിൽ ഇട്ട് കൊടുത്താൽ ഇക്വേഷൻ ഓഫ് എ ലൈൻ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അതേപോലെ തന്നെ ഇക്വേഷൻ ഓഫ് എ സർക്കിൾ ഉണ്ട്. ഇക്വേഷൻ ഓഫ് എ ലൈൻ എന്താണെന്ന് കണ്ടു. ഇക്വേഷൻ ഓഫ് എ സർക്കിൾ എന്ന് പറയുമ്പോൾ സപ്പോസ് ഇവിടെ XY ആക്സിസിൽ ഒരു സർക്കിൾ ആണുള്ളത്. സർക്കിൾ വരുമ്പോൾ ഡിഫിക്കൽട്ട് ഒന്നുമല്ല, നിങ്ങൾ നോക്കുക, സിമ്പിൾ തന്നെയാണ്. ജസ്റ്റ് ഈ ഒരു ഇക്വേഷൻ കണ്ടിട്ട് പേടിക്കൊന്നും വേണ്ട. സർക്കിൾ വരുമ്പോൾ ഇവിടെ സെൻറ്റർ തന്നിട്ടുണ്ട്. സർക്കിളിൽ സെൻറ്റർ 1,4ഉം റേഡിയസ് 2 എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു പോയിന്റ് അങ്ങനെയാണെങ്കിൽ സർക്കിളിലുള്ള ഒരു പോയിന്റ് നമ്മൾ x, y എന്നെടുത്തു. അതാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. x, y എന്നെടുത്തു സർക്കിളിലുള്ള ഒരു പോയിന്റ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവിടെ 1,4 സെൻറ്ററാണ്. അപ്പോൾ ആ സർക്കിളിൻ്റെ ആ ഒരു ഇക്വേഷൻ കിട്ടാൻ, അല്ലെങ്കിൽ സർക്കിളിലെ എല്ലാ പോയിന്റ്സും സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു ഇക്വേഷൻ നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്? സർക്കിളിലെ ഏതെങ്കിലും ഒരു പോയിന്റ് XY ആയിട്ട് എടുക്കും. എന്നിട്ട് എന്ത് ചെയ്യും? അവിടെ നമ്മൾ ഡിസ്റ്റൻസ് ഫോർമുല യൂസ് ചെയ്യും. ഓക്കെ, ഇവിടെ സർക്കിളിലെ എല്ലാ പോയിന്റ്സൊന്നും ഈ ഒരു സെൻറ്ററിലേക്കുള്ള ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഈക്വൽ ആയിരിക്കും അല്ലേ? ഇവിടെയൊക്കെ അത് റേഡിയസ് ആണ്, അപ്പോൾ അത് എല്ലാം ഈക്വൽ ആയിരിക്കും. അല്ലെങ്കിൽ ആരമാണ് അതോ, അപ്പോൾ റേഡിയസ് ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഏതെങ്കിലും ഒരു പോയിന്റ് നമ്മൾ ഇവിടെ XY എന്ന് എടുത്താൽ അവിടെ നമ്മൾ ഡിസ്റ്റൻസ് ഫോർമുല യൂസ് ചെയ്യാം. ഡിസ്റ്റൻസ് ഫോർമുല എന്താ? റൂട്ട് ഓഫ് ആ ഒരു ഡിസ്റ്റൻസ് അകലം കാണാനുള്ള ഫോർമുല എന്ന് പറയുന്നത് d is equal to റൂട്ട് ഓഫ് x2 മൈനസ് x1 സ്ക്വയർ പ്ലസ് y2 മൈനസ് y1 സ്ക്വയർ ആണ്. യെസ്, ഇതാണ് ഡിസ്റ്റൻസ് ഫോർമുല. അല്ലെങ്കിൽ നമുക്ക് പറയാം ഈ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താ? ശരിക്കും റേഡിയസ് ആണ്. അപ്പോൾ r എന്ന് പറയാം. അപ്പോൾ r സ്ക്വയർ എന്ന് പറഞ്ഞു. ഡിസ്റ്റൻസിനെ ഞാൻ r എന്ന് കൊടുത്തു, എന്നിട്ട് r സ്ക്വയർ ചെയ്തു. അപ്പോൾ ഈ റൂട്ട് അവിടെ നിന്ന് ഒഴിവായിട്ട് പോകും. അപ്പോൾ ആ റൂട്ട് പോയിട്ട് എന്ത് കിട്ടും? x2 മൈനസ് x1 പകരം അല്ലെങ്കിൽ x2. ഇപ്പം ഇവിടെ നമുക്ക് എങ്ങനെ പറയാം? അല്ലെങ്കിൽ ഈ d സ്ക്വയർ എന്ന് പറഞ്ഞാൽ x2 മൈനസ് x1 സ്ക്വയർ പ്ലസ് y2 മൈനസ് y1 സ്ക്വയർ ആണ്. ഓക്കെ, അല്ലെങ്കിൽ ഇനി d സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താണ്? റേഡിയസ് ആണ്. അപ്പോൾ ഇവിടുത്തെ റേഡിയസ് എത്രയാണ്? ഈ ഡിസ്റ്റൻസ്, ഇവിടുന്ന് ഈ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഇവിടെ റേഡിയസ് ആണ്. റേഡിയസ് 2 ആണ്. അപ്പോൾ 2 സ്ക്വയർ ഈസ് ഈക്വൽ ടു x2 മൈനസ് x1 പകരം x2 x1 എന്നുള്ളത് ഈ രണ്ട് പോയിന്റ്സ് ആയിട്ട് നമ്മൾ എടുത്തു. x1 y1ഉം x2 y2 ആയിട്ട് എടുത്താൽ ഇവിടെ നമുക്ക് കിട്ടും x മൈനസ് 1 ഹോൾ സ്ക്വയർ പ്ലസ് y മൈനസ് 4 ഹോൾ സ്ക്വയർ എന്ന് കിട്ടും. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഈ രണ്ട് പോയിന്റ്സ് നമ്മളുടെ ഡിസ്റ്റൻസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഈ രണ്ട് പോയിന്റ്സ് ഇതിൽ ഇട്ട് കൊടുക്കുക. അപ്പോൾ രണ്ട് പോയിന്റ്സ് ഇട്ട് കൊടുക്കുമ്പോൾ x മൈനസ് 1 ഹോൾ സ്ക്വയർ പ്ലസ് y മൈനസ് 4 ഹോൾ സ്ക്വയർ എന്ന് വരും, വിച്ച് ഈസ് ഈക്വൽ ടു 2 സ്ക്വയർ. ആ ഡിസ്റ്റൻസ് ഫോർമുലയാണത്. അപ്പോൾ ഇതെന്താവും? ഇത് മാറിയിട്ട് ഇങ്ങനെ ഒരു ഫോമിലേക്ക് എത്തും. അപ്പോൾ ഇതാണ് ആ ഒരു സർക്കിളിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഇതുവരെ പറഞ്ഞത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇത്രയാണ് ഈ ഒരു ചാപ്റ്ററിൽ നിന്നുള്ള മെയിൻ ആയിട്ടുള്ള കോൺസെപ്റ്റ്സ് വരുന്നത്. ഇതിൽ നിന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വന്ന ഒരു PYQs, അതായത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമുക്ക് ജസ്റ്റ് നോക്കാം. പ്രൂവ് ദാറ്റ് ദ പോയിന്റ്സ് 3, 5, 6, 7 ആൻഡ് 9, 9 ആർ ഓൺ ദി സെയിം ലൈൻ. 3, 5, 6, 7, 9, 9 എന്നീ ബിന്ദുക്കൾ ഒരേ വരയിലാണെന്ന് തെളിയിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇത് ഒരേ വരയിലാണെന്ന് തെളിയിക്കാൻ എന്ത് ചെയ്താൽ മതി? സപ്പോസ് ഒരേ വരയിലാണെങ്കിൽ എന്തായിരിക്കും? ഇതിപ്പോൾ 3, 5, പിന്നെ 6, 9, 6, 7 എന്ന് പറഞ്ഞ പോയിന്റ് ഉണ്ട്, പിന്നെ 9, 9 എന്നുള്ള പോയിന്റ് ഉണ്ട്. ഇത് ഒരേ വരയിലാണെങ്കിൽ യെസ്, അപ്പം ഈ രണ്ട് പോയിന്റ്സ് തമ്മിലുള്ള സ്ലോപ്പും സെയിം ആണെങ്കിൽ, അത് മാത്രമല്ല പിന്നെ ഈ രണ്ട് പോയിന്റ്സ്, ഈ രണ്ട് എൻഡ് പോയിന്റ്സ് ഉണ്ടല്ലോ, അത് രണ്ട് തമ്മിലുള്ള സ്ലോപ്പും, അങ്ങനെ 3 സ്ലോപ്പ് നമ്മൾ കണ്ടുപിടിക്കണം. ആ 3 സ്ലോപ്പും ഈക്വൽ ആണെങ്കിൽ മാത്രമാണ് നമുക്കിവിടെ ഈ ഒരു 3 ലൈൻസും ഒരേ ലൈനിലാന്ന് പറയാൻ പറ്റുക. ഈ ലൈനിൻ്റെ സ്ലോപ്പും ഈ ലൈനിൻ്റെ സ്ലോപ്പും പിന്നെ ഇത് ടോട്ടലായിട്ടുള്ള ഈ രണ്ട് പോയിന്റ്സ് ഉണ്ടല്ലോ, ഈ രണ്ട് പോയിന്റ്സ് തമ്മിലുള്ള സ്ലോപ്പും ഈക്വൽ ആണെന്ന് തെളിയിച്ചാൽ മതി. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് രണ്ട് പോയിന്റ്സ് 3,5, 6,7 ഈ രണ്ട് പോയിന്റ്സ് ഞാൻ എടുക്കുകയാണ്. ഇത് തമ്മിലുള്ള സ്ലോപ്പ് കണ്ടുപിടിക്കാൻ, സപ്പോസ് സ്ലോപ്പിനെ നോർമലി നമ്മൾ M എന്നാണ് വിശേഷിപ്പിക്കുക, അല്ലെങ്കിൽ M എന്ന് എഴുതുക. അപ്പോൾ M1 എന്ന് ഞാൻ എഴുതാണ് ഫസ്റ്റ് സ്ലോപ്പ് ആയതുകൊണ്ട്.
അപ്പോൾ M1 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സ്ലോപ്പ് y2 മൈനസ് y1 ഡിവൈഡ് ബൈ x2 മൈനസ് x1 ആണ്. അപ്പോൾ x2 മൈനസ് x1, y2 മൈനസ് y1 എന്ന് പറഞ്ഞാൽ ഇതാണ് x1, ഇതാണ് y1, ഇത് x2, ഇത് y2. സോ y2 മൈനസ് y1 എന്ന് പറയുമ്പോൾ 7 മൈനസ് 5 ഡിവൈഡഡ് ബൈ 6 മൈനസ് 3 അല്ലേ. അപ്പോൾ 2/3 എന്നുള്ള ഒരു ആൻസറിലേക്ക് നമുക്ക് കിട്ടും. അടുത്ത രണ്ട് പോയിൻറ്റ്സ് 6,7 ആൻഡ് 9,9. യെസ്, അതിനെ ഞാൻ M2 എന്ന് പറഞ്ഞു, ആ ഒരു സ്ലോപ്പിന് M2 എന്ന് പറഞ്ഞു. അപ്പം ഇവിടെ y2 എന്ന് പറഞ്ഞാൽ 9 മൈനസ് 7, y1 7, x2 9 മൈനസ് 6. അപ്പോൾ ഇവിടെ എന്ത് കിട്ടും? 2/3 എന്ന് കിട്ടും. ആ രണ്ട് സ്ലോപ്പും ഈക്വൽ ആണ്. ഫൈനലായിട്ട് നമ്മൾ ബാക്കി ഇനി ഫസ്റ്റ് 3,5 9,9 ഈ രണ്ട് പോയിൻറ്റ്സ് തമ്മിലുള്ള സ്ലോപ്പും കൂടെ കാണണം. 3,5 ആൻഡ് 9,9. അവിടെ സ്ലോപ്പിനെ ഞാൻ M3 എന്നെടുത്തു, സ്ലോപ്പ് M3 എന്നെടുത്തു. 9 മൈനസ് 5 ഡിവൈഡഡ് ബൈ 9 മൈനസ് 3 which is equal to 4/6 എന്ന് വരും. യെസ്, 4/6ന് നമുക്ക് 2 × 2/2 × 3 എന്ന് എഴുതാം, അല്ലെങ്കിൽ 2 × 2/2 × 3. യെസ്, 2ഉം 2ഉം ക്യാൻസൽ, ബാക്കി 2/3 എന്ന് തന്നെ അവിടെയും കിട്ടും. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കുക, ഈ മൂന്ന് സ്ലോപ്പും ഈക്വൽ ആണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം the points are collinear എന്ന് നമുക്ക് പറയാൻ പറ്റും. ആ പോയിൻറ്റ്സ് എല്ലാം ഒറ്റ ലൈനിലാണ്. യെസ്, ഓക്കെ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത്. യെസ്, നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ നോക്കാം. 2,3 8,5 4,7 എന്ന് പറഞ്ഞാൽ ABC എന്ന് പറഞ്ഞാൽ 3 പോയിന്റ്സ് ഉണ്ട്. ആർ ദി കോർഡിനേറ്റ്സ് ഓഫ് എ വേർട്ടിസസ് ഓഫ് ട്രയാങ്കിൾ ABC. ഇപ്പോൾ ABC എന്ന് പറയുന്ന ട്രയാങ്കിളിൻ്റെ വേർട്ടക്സുകളാണ് ഇതെന്ന് പറഞ്ഞിട്ടുണ്ട്. യെസ്, ഇപ്പോൾ സപ്പോസ് ഇതാണ് ABC എന്ന് വിചാരിക്കാം. ഈ ഒരു ട്രയാങ്കിളിൻ്റെ വേർട്ടിസസ് ആണ്. ഈ ഒരു ട്രയാങ്കിൾ എവിടെയാണ് കിടക്കുന്നത്? XY ആക്സിസിലാണ് ഈ ട്രയാങ്കിൾ ഉള്ളതെന്ന് മനസ്സിലാക്കുക. അതിലെ 3 പോയിന്റ്സ് 2, 3, B എന്ന് പറഞ്ഞാൽ 8, 5, C എന്ന് പറയുമ്പോൾ 4, 7. ഇങ്ങനെ 3 പോയിന്റ്സ് ഉണ്ട്. ക്വസ്റ്റ്യൻ എന്താ? P is the mid point of AB. ABൻ്റെ മധ്യബിന്ദു ആണ് അല്ലേ, മധ്യബിന്ദു എന്ന് പറയാം. യെസ്, ഏത് P എന്ന് പറയാം. BCൻ്റെ മിഡ് പോയിൻ്റ് ആണ് എന്ത്? Q. അപ്പം ABൻ്റെ മിഡ് പോയിൻ്റ് ആണ് Pയും, BCൻ്റെ മിഡ് പോയിൻ്റ് ആണ് Q. ക്വസ്റ്റ്യൻ ഫൈൻഡ് കോർഡിനേറ്റ്സ് ഓഫ് P ആൻഡ് Q. ഇപ്പോൾ Pൻ്റെയും Qൻ്റെയും കോർഡിനേറ്റ്സ് അല്ലെങ്കിൽ P, Q എന്നിവ സൂചക സംഖ്യകൾ കാണുക എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മൾ മിഡ് പോയിൻറ്റ് ഫോർമുല നമ്മൾ പഠിച്ചിട്ടുണ്ട്, ആരും മറക്കരുത്. എന്തായിരുന്നു മിഡ് പോയിൻറ്റ് കാണാനുള്ള ഫോർമുല? x1 + x2 ഡിവൈഡ് ബൈ 2 ആണ് മിഡ് പോയിൻറ്റിൻ്റെ എക്സ് കോർഡിനേറ്റ് അല്ലെങ്കിൽ എക്സ് സൂചക സംഖ്യ. y1 + y2 ഡിവൈഡ് ബൈ 2 ആണ് y കോർഡിനേറ്റ് അല്ലെങ്കിൽ y സൂചക സംഖ്യ എന്ന് പറയാം. യെസ്, അപ്പോൾ ഇവിടെ P എന്നുള്ളതിൻ്റെ മിഡ് പോയിൻ്റ് എന്താണ്? P എന്ന് പറഞ്ഞാൽ ABൻ്റെ മിഡ് പോയിൻ്റ് ആണ്. അപ്പോൾ A എന്ന പോയിൻറ്റും B എന്ന പോയിൻറ്റും എടുക്കാം. അതിൽ x1 എന്ന് പറഞ്ഞാൽ 2 ആണ്, x2 എന്ന് പറഞ്ഞാൽ 8 ആണ്. സോ 2 + 8/2, ഇവിടെ y എന്ന് പറഞ്ഞാൽ y1 3 ആണ്, y2 5 ആണ്. സോ 3 + 5 ഡിവൈഡ് ബൈ 2 എന്ന് പറയാം. അപ്പോൾ P എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടി 2 + 8 10/2, 8/2. യെസ്, ദിസ് ഈസ് ഈക്വൽ ടു 5,4 എന്ന് വരും. അപ്പോൾ P എന്ന് പറഞ്ഞ പോയിന്റ് എന്താണ്? 5,4 ആണ് കിട്ടി. ഓക്കെ, യെസ്. ഇനി ഏതാ? Q എന്ന് പറയുന്ന പോയിന്റ് കണ്ടുപിടിക്കണം. Q എന്ന് പറഞ്ഞാൽ BCൻ്റെ മിഡ് പോയിന്റ്. സോ BC എന്ന് പറയുമ്പോൾ ഫസ്റ്റ് x1 + x2 ദാറ്റ് ഈസ് 8 + 4, 8 + 4/2 എന്ന് വരും, y1 + y2/2 അല്ലേ. y1 + y2/2 ആണ് y കോർഡിനേറ്റ്. അപ്പോൾ y1 എന്ന് പറഞ്ഞാൽ 5, y2 7, 5 + 7/2, 5 + 7/2 എന്ന് വരും. which is equal to 8 + 4 എന്ന് പറഞ്ഞാൽ 12, 12/2, 12/2 which is equal to 6,6. ഇതാണ് Q എന്നുള്ള പോയിന്റ്. അപ്പോൾ P എന്നുള്ള പോയിന്റും Q എന്നുള്ള പോയിന്റും നമുക്ക് കിട്ടി. ഇനി എന്താ പറഞ്ഞിട്ടുള്ളത്? ഫൈൻ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ P ആൻഡ് Q. P, Q ഇവ തമ്മിലുള്ള അകലം കാണാൻ. അപ്പോൾ B എന്നുള്ള ഓപ്ഷൻ എന്താണ്? നമുക്കറിയാം 5,4ഉം 6,6 ഇത് തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് ചോദിച്ചത്. അപ്പോൾ ഡിസ്റ്റൻസ് ഫോർമുല അവിടെ യൂസ് ചെയ്യാം. ഡിസ്റ്റൻസ് ഫോർമുല യൂസ് ചെയ്യുമ്പോൾ നമുക്കറിയാം ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ √(x2 - x1) ഹോൾ സ്ക്വയർ + y2 - y1 ഹോൾ സ്ക്വയർ. x2 എന്ന് പറഞ്ഞാൽ 6 - 5 സ്ക്വയർ പ്ലസ് 6 - 4 സ്ക്വയർ. 6 - 5 ചെയ്താൽ 1 കിട്ടും. 1 + 1 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1 ആണ്. 1 + 6 - 4 2 ആണ്. 2 സ്ക്വയർ ദാറ്റ് ഈസ് 4. അപ്പം
നമുക്ക് √5 എന്നുള്ളൊരു ആൻസറിലേക്ക് അവിടെ എത്താൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഇത് മിഡ് പോയിന്റ് ഫോർമുല യൂസ് ചെയ്തിട്ട് ചെയ്യേണ്ട ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു ഇപ്പോൾ കഴിഞ്ഞത്. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ദ ഇക്വേഷൻ ഓഫ് എ ലൈൻ 2x - y - 2 = 0. അപ്പോൾ ഇവിടെ നമ്മൾ ഇക്വേഷൻ, ലൈനിൻ്റെ ഇക്വേഷൻ തന്നു, 2x - y - 2 = 0 അല്ലേ. ഇക്വേഷൻ ഓഫ് എ ലൈൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താ പറഞ്ഞിട്ടുള്ളത്? ചെക്ക് വെദർ പോയിന്റ് 3,4 ഈസ് ഓൺ ദ ലൈൻ. 3,4 എന്ന് പറയുന്ന പോയിന്റ് ഈ ഒരു ലൈനിലാണോ എന്ന് ചെക്ക് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്താൽ മതി? ഒന്നുമില്ല, ഈ പോയിന്റിൽ എക്സ് ഏതാ? എക്സ് വാല്യൂ എന്ന് പറയുന്നത് 3 ആണ്. അപ്പോൾ ആ 3 ഇവിടുത്തെ എക്സിന് കൊടുക്കാം. ഇതിലെ വൈ വാല്യൂ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ വൈ കോർഡിനേറ്റ് എന്ന് പറയുന്നത് 4 ആണ്. ആ 4ന് ഇവിടെ വൈയിൽ കൊടുക്കാം. അപ്പോൾ എന്ത് വരും? 2 × 3 - 4 - 2. ഇതെന്താണ് വാല്യൂ കിട്ടുന്നതെന്ന് നോക്കാം. 2 × 3 എന്ന് പറഞ്ഞാൽ ആദ്യം നമ്മൾ 2 × 3 ചെയ്യേണ്ടത്. അപ്പോൾ 6 - 4 - 2. 6 - 4 ചെയ്യുമ്പോൾ 2 കിട്ടും. 2 - 2 ചെയ്യുമ്പോൾ നമുക്ക് 0 കിട്ടും. അപ്പോൾ 0 കിട്ടുന്നുണ്ട് അല്ലേ. അപ്പോൾ ആക്ച്വലി ഇതിൻ്റെ വാല്യൂ എന്ത് കിട്ടുന്നുണ്ട്? 0 എന്ന് കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ 2x - y - 2 = 0 എന്ന് കിട്ടിയാൽ ആ പോയിന്റ് ആ ലൈനിലായിരിക്കും. അപ്പോൾ ഈ ഒരു പോയിന്റ് ഈ ലൈനിൻ്റെ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ഈ 3,4 എന്ന് ഇതിൽ കൊടുക്കുമ്പോൾ ഫൈനലായിട്ട് നമുക്ക് 0 എന്നുള്ളൊരു വാല്യൂ കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്ക് പറയാം 3,4 ഈ ഒരു ലൈനിലാണെന്ന് പറയാം. ഓക്കെ, അപ്പോൾ 3,4 ഈസ് ഓൺ ദി ലൈൻ. ഏത് ലൈനാണ്? ഈ ഒരു ലൈനിലാണെന്ന് നമുക്ക് കിട്ടി. ഇനി എന്താ പറഞ്ഞിട്ടുള്ളത്? ഫൈൻ കോർഡിനേറ്റ്സ് ഓഫ് ദ പോയിന്റ് വേർ ദിസ് ലൈൻ കട്ട്സ് എക്സ് ആൻഡ് വൈ ആക്സിസ്. ഈ വര എക്സ് അക്ഷത്തെയും വൈ അക്ഷത്തെയും മുറിച്ച് കടക്കുന്ന ബിന്ദുക്കളുടെ സൂചക സംഖ്യകൾ കണക്കാക്കുക. അപ്പോൾ ഈ ഒരു ലൈന്, ഓക്കെ, ഈ ഒരു ലൈന് എന്താണ്? എക്സ് ആക്സിനും വൈ ആക്സിനും കട്ട് ചെയ്ത് ഇങ്ങനെ പോകുന്നുണ്ടാവും. എങ്ങനെയെങ്കിലൊക്കെ യെസ്, ഇപ്പോൾ ഇതും എക്സും ഇത് വൈയും ആണെങ്കിൽ ഇങ്ങനെ കട്ട് ചെയ്ത് പോകുന്നുണ്ടെന്ന് വിചാരിക്കാം. ഇവിടുത്തെ എക്സ് ആക്സിൽ കട്ട് ചെയ്യുമ്പോഴുള്ള പോയിന്റും വൈ ആക്സിൽ കട്ട് ചെയ്യുമ്പോൾ ആ പോയിന്റും, ആ രണ്ട് ബിന്ദുക്കളാണ് ചോദിച്ചിട്ടുള്ളത്. ആ രണ്ട് പോയിന്റ്സിന്റെ കോർഡിനേറ്റ്സ്. ഇവിടെ എക്സ് ആക്സിൽ കട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ അവിടുത്തെ വൈൻ്റെ വാല്യൂ എന്തായിരിക്കും? എക്സിന് എന്തെങ്കിലും ഒരു വാല്യൂ ഉണ്ടാകും, പക്ഷേ അവിടുത്തെ വൈൻ്റെ വാല്യൂ എന്തായാലും 0 ആയിരിക്കണം അല്ലേ. എക്സ് ആക്സിസിലെ ഏതൊരു പോയിന്റ് നമ്മൾ എടുത്താലും അവിടുത്തെ വൈ വാല്യൂ 0 ആണ്. അതേപോലെ തന്നെ വൈ ആക്സിസിൽ നമ്മൾ ഏതൊരു പോയിന്റ് എടുത്താലും അവിടുത്തെ എക്സ് വാല്യൂ എന്ന് പറയുന്നത് 0 ആണ്. ഓക്കെ, വൈന് എന്തോ ഒരു വാല്യൂ ഉണ്ട്, പക്ഷേ എക്സ് വാല്യൂ എന്തായാലും 0 ആയിരിക്കണം അല്ലേ. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, ഈ ഒരു ഇക്വേഷനിൽ നമ്മൾ എന്ത് ചെയ്യുക? എക്സിന് 0 കൊടുക്കുമ്പോൾ നമുക്ക് ഇവിടെ വൈക്ക് ഒരു വാല്യൂ കിട്ടും. എക്സിന് നമ്മൾ 0 കൊടുക്കുമ്പോൾ വൈന് ഒരു വാല്യൂ കിട്ടും. ആ വാല്യൂ ആയിരിക്കും ഇവിടെ എക്സ് ആക്സിൽ കട്ട് ചെയ്യുമ്പോൾ പോയിന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഒന്നുകൂടെ പറഞ്ഞുതരാം, ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാം. ഇപ്പോൾ 2x - y - 2 = 0. ഇതിൽ നമ്മൾ x = 0 കൊടുക്കുകയാണ്. x = 0 കൊടുക്കുമ്പോൾ വൈന് എന്ത് വാല്യൂ കിട്ടുന്നുണ്ടെന്ന് നോക്കാം. 2 × 0 - y - 2 = 0. യെസ്, 2 × 0 ആണ്. 0 - y - 2 = 0. അല്ലെങ്കിൽ y = -y നമ്മൾ അപ്പുറത്തേക്ക് കൊണ്ടുപോയി, അപ്പോൾ y = -2 എന്ന് വരും. അപ്പോൾ എക്സിന് നമ്മൾ 0 കൊടുക്കുമ്പോൾ y = -2 കിട്ടുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ എക്സിന് 0 കൊടുക്കുമ്പോൾ y -2 കിട്ടുന്നുണ്ടെങ്കിൽ ഈ ഒരു പോയിന്റ് y ആക്സിസിന്, എക്സ് 0 എന്ന് പറഞ്ഞാൽ y ആക്സിസ് ആണ്, y ആക്സിസിൽ കട്ട് ചെയ്യുന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ 0, -2 ആയിരിക്കും അല്ലേ. 0, -2 ആയിരിക്കും എന്ന് മനസ്സിലാക്കാം. ഓക്കെ, ഇനി അതേപോലെ എക്സ് ആക്സിസിൽ കട്ട് ചെയ്യുന്ന പോയിന്റ് കണ്ടുപിടിക്കണം. എന്ത് ചെയ്യുക? വൈന് 0 കൊടുക്കുക. ഓക്കെ, y = 0 എന്ന് കൊടുക്കുമ്പോൾ ഇതിൽ എക്സിന് ഒരു വാല്യൂ കിട്ടും, അത് കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ അത് കണ്ടുപിടിക്കാം. y = 0. y = 0 ആകുമ്പോൾ 2 × x - 0 - 2 = 0 എന്ന് വരും. ഇപ്പോൾ 2x - 2 = 0. 2x = 2, x = 2/2 1 എന്ന് വരും. യെസ്, അപ്പോൾ y 0 കൊടുക്കുമ്പോൾ x 1 എന്ന് വരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ ഒരു ലൈന് എക്സിനെയും വൈനെയും കട്ട് ചെയ്യുന്ന പോയിന്റ്സ് ഏതൊക്കെയാണ്? ഞാൻ പറയാം. യെസ്, 0, -2. 0, -2 ആണ് എന്ത്? അത് y ആക്സിസിൽ കട്ട് ചെയ്യുന്നത്. y ആക്സിസിൽ കട്ട് ചെയ്യുന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ എക്സ് ആക്സിസിൽ കട്ട് ചെയ്യുന്ന പോയിന്റ് ഏതാ? ഇവിടെ 1,0 എന്ന് പറയാം. എക്സ് ആണ് ഫസ്റ്റ് കൊടുക്കേണ്ടത്, അപ്പോൾ 1,0 എന്ന് വരും. 1,0 എന്ന് വരും അല്ലേ. അപ്പോൾ ആ ഒരു ലൈൻ ഏകദേശം എങ്ങനെ വരും? ഇവിടെ 1, ഇതാണ് 1,0. ഏകദേശം ഇവിടെ ആയിരിക്കും -2,0 വരുന്നത്. ഓക്കെ, -2 ഇവിടെ ആയിരിക്കും, 1 ഇവിടെ ആയിരിക്കും. ഇങ്ങനെ ആയിരിക്കും ആ ഒരു ലൈന് കടന്നു പോകുന്നത്. ഓക്കെ, യെസ്, ഇങ്ങനെ ആയിരിക്കും ആ ഒരു ലൈന് കടന്നു പോകുന്നതെന്ന് പറയാം. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എക്സ് ആക്സിസിലും വൈ ആക്സിസിലും കട്ട് ചെയ്യുന്ന പോയിന്റ്സ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ആദ്യം എക്സിന് 0 കൊടുക്കുക, അവിടെ ഒരു വൈ വാല്യൂ കിട്ടും. ആ ഒരു പോയിന്റ് ആയിരിക്കും വൈ ആക്സിസിലെ പോയിന്റ് എന്ന് പറയുന്നത്. പിന്നെ വൈന് 0 കൊടുത്തിട്ട് എക്സിന് ഒരു വാല്യൂ കിട്ടും, അതായിരിക്കും എക്സ് ആക്സിസിലെ പോയിന്റ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. In the figure, coordinates of 3 vertices of a parallelogram are given. Write the coordinates of the 4th vertex. 4th വേർട്ടെക്സിന്റെ ആ ഒരു കോർഡിനേറ്റ്സ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്.
ഇങ്ങനത്തെ ഒരു പ്രോബ്ലം അല്ല, ഇതിൻ്റെ ആ ഒരു കോൺസെപ്റ്റ് നമ്മൾ ഫസ്റ്റ് പറഞ്ഞതാണ്. ഈ 4ാമത്തെ പോയിന്റ് കണ്ടുപിടിക്കണമെങ്കിൽ ഈ 3ഉം 4ഉം 9ഉം 6ഉം തമ്മിലുള്ള ആ ഒരു ഡിഫറൻസ് അല്ലേ, എക്സിലുള്ള ഡിഫറൻസ് എത്രയാണ്? 3ഉം 9ഉം തമ്മിലുള്ള എക്സിലുള്ള ഡിഫറൻസ് 6 ആണ്. വൈയിലുള്ള ഡിഫറൻസ് എത്രയാണ്? ഓക്കെ, 4ന്ന് 6 ആവണമെങ്കിൽ എത്രയാണ്? 2 കൂടി, ഇവിടെ 6 കൂടി, ഇവിടെ 2 കൂടി. അങ്ങനെയാണെങ്കിൽ 5ലേക്ക് 6 കൂടണം, 8ലേക്ക് 2 കൂടണം അല്ലേ. 3,4ഉം എന്തായിട്ട് മാറി? 9,6ലേക്ക് പോകുമ്പോൾ അവിടെ എക്സ് അല്ലെങ്കിൽ 9 - 3 = 6 അവിടെ എക്സിൽ കൂടി. അതേപോലെ 6 - 4 = 2 അവിടെ വൈയിലും കൂടി. അപ്പോൾ ഇവിടെ 5,8ൽ 5ൻ്റെ കൂടെ നമ്മൾ എന്ത് കൂട്ടണം? 6 കൂട്ടണം, ദാറ്റ് ഈസ് 11. വൈൻ്റെ കൂടെ അതായത് 8ൻ്റെ കൂടെ നമ്മൾ എന്ത് കൂട്ടണം? 2 കൂട്ടണം. ഇപ്പോൾ എന്ത് കിട്ടും? 10 എന്ന് കിട്ടും. അപ്പോൾ ആ ഒരു പോയിൻ്റ് ഏതായിരിക്കും? ഈ ഒരു പോയിൻ്റ് എന്ന് പറയുന്നത് 11,10 ആയിരിക്കും. ജസ്റ്റ് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇവിടെ നിന്ന് 3, 4 എത്ര കൂടി 9, 6 ആവാൻ? 3, 6 കൂടി. 3ലേക്ക് 6 കൂട്ടിയപ്പോൾ 9 കിട്ടി, 4ലേക്ക് 2 കൂട്ടിയപ്പോൾ 6 കിട്ടി, 5ലേക്ക് 6 കൂട്ടിയപ്പോൾ 11 കിട്ടി, 8ലേക്ക് 2 കൂട്ടിയപ്പോൾ 10 കിട്ടി. ഓക്കെ, ഇവിടെ എന്താണോ കൂടിയത് അതേപോലെ തന്നെ ഇവിടെയും കൂട്ടി കൊടുക്കുക. ഈസി ആയിട്ട് നമുക്ക് ആ ഒരു ഇത് കണ്ടുപിടിക്കാൻ പറ്റും. അടുത്ത ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ കോർഡിനേറ്റ്സ് ഓഫ് ദ പോയിന്റ് ഓഫ് ദി ഇന്റർസെക്ഷൻ ഓഫ് ഡയഗണൽസ് ഓഫ് ദ പാരലോഗ്രാം. ഡയഗണൽസ് ഓഫ് എ പാരലോഗ്രാം എന്ന് പറഞ്ഞാൽ അതായത് ഈ സാമാന്തരികത്തിന്റെ വികരണങ്ങൾ എന്ന് പറഞ്ഞാൽ ഇവിടെ ഇത് കട്ട് ചെയ്യുന്ന ഇതായിരിക്കും ഡയഗണൽസ്, ഇതാണ് വികരണങ്ങൾ. സാമാന്തരികത്തിന്റെ വികരണങ്ങൾക്ക് അല്ലെങ്കിൽ ഒരു പാരലോഗ്രാമിന്റെ ഡയഗണൽസിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അത് കറക്റ്റായിട്ട് ഡിവൈഡ് ചെയ്യും അല്ലേ. ഇത് സമഭാഗം ചെയ്യുന്ന പറയാം. യെസ്, ഈ ഒരു 2 ലൈൻസ് കറക്റ്റായിട്ട് എന്താണ് ബൈസെക്ട് ചെയ്ത് പോകും. 2 ലൈനും 2 ലൈനിനെയും ഈക്വൽ ആയിട്ട് കട്ട് ചെയ്തുകൊണ്ടാണ് പോകുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മളോട് പറഞ്ഞിട്ടുള്ള എന്താണ്? കോർഡിനേറ്റ്സ് ഓഫ് ദ പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ ഓഫ് ഡയഗണൽ, സാമാന്തരികത്തിന്റെ വികരണങ്ങൾ മുറിച്ചു കടക്കുന്ന ബിന്ദുവിന്റെ സൂചക സംഖ്യ. അതായത് ഇവിടെ ഇങ്ങനെ ഇത് ഇന്റർസെക്ട് ചെയ്യുന്ന ഈ ഒരു പോയിന്റ്, ആ ഒരു പോയിന്റിന്റെ സൂചക സംഖ്യയാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്, കോർഡിനേറ്റ്സ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നമുക്കറിയാം ഈ ഒരു ലൈനിന്റെ മിഡ് പോയിന്റ് ആയിരിക്കും ഇത്. ഓക്കെ, ഈ ഒരു ലൈനിന്റെ മിഡ് പോയിന്റ് ആയിരിക്കും ഇത്, അല്ലെങ്കിൽ ഈ ഒരു ലൈനിന്റെ മിഡ് പോയിന്റ് ആയിരിക്കും ഇത്. അപ്പോൾ ഏതെങ്കിലും ഒരു ലൈനിന്റെ മിഡ് പോയിന്റ് അവിടെ കണ്ടുപിടിച്ചാൽ അല്ലെങ്കിൽ മധ്യബിന്ദു കണ്ടുപിടിച്ചാൽ നമുക്ക് അവിടെ എന്ത് കിട്ടും? ആ ഒരു പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ നമുക്ക് കിട്ടും. സപ്പോസ് ഞാൻ ഈ 5,8ഉം 9,6ഉം ഈ 2 പോയിന്റ്സിൻ്റെ മിഡ് പോയിന്റ് കണ്ടുപിടിക്കണം. ഈ 2 പോയിന്റ്സിൻ്റെ മിഡ് പോയിന്റ് എന്ന് പറയുന്നത് നമുക്കറിയാം. സപ്പോസ് മിഡ് പോയിന്റ് 5 + 9 x1 + x2 / 2, 8 + 6 / 2, y1 + y2 / 2. യെസ്, അപ്പം 5 + 9 എന്ന് പറഞ്ഞാൽ 14/2 + 6 14/2. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 7,7. ഇതായിരിക്കും എന്ത്? ആ ഒരു പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ ഓഫ് ഡയഗണൽസ് എന്ന് പറയുന്നത് 7,7 ആയിരിക്കും ഇവിടെ ആൻസർ വരാമെന്ന് മനസ്സിലാക്കാം. ഓക്കെ, യെസ്. അടുത്തൊരു ക്വസ്റ്റ്യൻ, ഇൻ ദ ഫിഗർ, ഈ ഒരു തന്നിരിക്കുന്ന ഫിഗറിൽ ABCD എന്ന് പറയുന്ന ഒരു റോംബസ് ആണ്. സൈഡ്സ് ഓഫ് എ റോംബസ് ആർ ഈക്വൽ. ഒരു സമഭുജ സാമാന്തരികം തന്നിട്ടുണ്ട്, അതിൻ്റെ സൈഡ്സ് ഈക്വൽ ആണ്. സൈഡ്സ് ഓഫ് എ റോംബസ് ഈക്വൽ ടു AC. ഈ ഒരു സൈഡ്സും ഈ ഒരു ACയും ഈക്വൽ ആണെന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ എന്താ പറഞ്ഞില്ല, ഫൈൻഡ് ദ ലെങ്ത് ഓഫ് AC. ലെങ്ത് ഓഫ് AC കണ്ടുപിടിക്കാൻ ഈസിയാണ്. 2,0 8,0 ആയി അല്ലേ. അപ്പോൾ അത് മനസ്സിലാക്കുക. 2,0 8,0 അതെന്താണ്? എക്സ് ആക്സിസിലുള്ള പോയിന്റ്സ് ആണ്. അപ്പോൾ ഇത് എക്സ് ആക്സിസ് ആണ് അല്ലേ, ഇത് എക്സ് ആക്സിസ് ആണ്, ഇത് വൈ ആക്സിസ് ആണ്. 2,0 - 8,0 എത്താൻ എത്ര പോയിട്ടുണ്ട്? 6 അവിടെ ഡിസ്റ്റൻസ് പോയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ 6 ആയിരിക്കും ആൻസർ. റൈറ്റ് ദ കോർഡിനേറ്റ്സ് ഓഫ് ദ മിഡ് പോയിന്റ് ഓഫ് AC. ഇവിടെ ഈ മിഡ് പോയിന്റ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? x1 + x2 / 2, അതായത് 2 + 8/2 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 10/2 5 എന്ന് കിട്ടും. വൈ കോർഡിനേറ്റിൻ്റെ 0 ആണ്. അപ്പോൾ ഇവിടെയും എന്തായിരിക്കും? 0 തന്നെ ആയിരിക്കും. അപ്പോൾ 5,0 ആയിരിക്കും ഇത്. യെസ്, മിഡ് പോയിന്റ് എന്ന് പറയുന്നത് 5,0 ആയിരിക്കും. ഓക്കെ, ഇനി എന്താ പറയുക? ഫൈൻഡ് ദ കോർഡിനേറ്റ്സ് ഓഫ് B ആൻഡ് D. ബിൻ്റെയും ഡിൻ്റെയും കോർഡിനേറ്റ്സ് കണ്ടുപിടിക്കണം. നമുക്കറിയാം ഇവിടെ ഇത് 5,0 ആണെങ്കിൽ, യെസ്, ഇത് 5,0 ആണെങ്കിൽ ഈ ബിൻ്റെയും ഡിൻ്റെയും സൂചക സംഖ്യ എങ്ങനെ കണ്ടുപിടിക്കും? നമുക്കറിയാം ഈ B എന്ന് പറഞ്ഞാൽ ഇവിടെ ഇത് കറക്റ്റായിട്ട്, യെസ്, ഇത് എക്സ് ആക്സിസ് ഇത് വൈ ആക്സിസും ആണെങ്കിൽ ഇതിങ്ങനെ ആയിരിക്കും പോവുക, മിഡ് പോയിന്റിലൂടെ ആയിരിക്കും ഈ അടുത്തൊരു ഡയഗണൽ പോവുക. ഓക്കെ, നമുക്കറിയാം സമഭുജ സാമാന്തരികത്തിലും അല്ലെങ്കിൽ റോംബസിലും ഈ ഡയഗണൽസ് ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്യും. അപ്പോൾ ഈ ഒരു ലൈൻ ഇതിൻ്റെ മിഡ് പോയിന്റിലൂടെ ആയിരിക്കും പോവുക. അപ്പോൾ ഇവിടുത്തെ ഇത് ഓൾറെഡി എക്സ് ആക്സിസ് ആണ്, അപ്പോൾ ഈ ഒരു ലൈന് വൈ ആക്സിസിന് പാരലൽ ആയിരിക്കും. ഓക്കെ, വൈ ആക്സിസിന് പാരലൽ ആയിരിക്കും. അപ്പോൾ ഇവിടുത്തെ വൈ വാല്യൂ 0 ആയിരിക്കും. എക്സ് വാല്യൂ അവിടെ ഉണ്ട്, ഇവിടെയും വൈ വാല്യൂ 0 ആയിരിക്കും. എക്സ് വാല്യൂ കണ്ടുപിടിക്കണം. ഓക്കെ, യെസ്. ഇനി എക്സ് വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കാം? ഇവിടെ നമ്മൾ എന്ത് ചെയ്യാം? സപ്പോസ് ഇവിടെ എക്സിൻ്റെ വാല്യൂ ഇവിടെ എന്താണ്?
എക്സ് വാല്യൂ 0 ആവില്ല. എക്സ് വാല്യൂ എന്തായിരിക്കും 5 ആയിരിക്കും. ഇവിടെ എക്സ് ഇവിടെ വൈ ആക്സിന് പാരലലാണ്. സോ ഇവിടെ എക്സിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ ത്രൂ ഔട്ട് ഇതിൽ 5 ആയിരിക്കും. അപ്പോൾ ഇവിടെ 5, വൈൻ്റെ ഒരു വാല്യൂ ഉണ്ടാവും. സപ്പോസ് y1 എന്ന് എടുക്കാം. ഇവിടെ എന്താണ് ഇവിടെയും എക്സ് വാല്യൂ 5 ആയിരിക്കും. വൈ എന്തോ ഉണ്ടാവും, y2 ഉണ്ടാവും. ഓക്കെ, ഇത് വൈ ആക്സിനോട് പാരലൽ ആയതുകൊണ്ട് ഇവിടുത്തെ എക്സ് വാല്യൂസ് സെയിം ആയിരിക്കും. അപ്പോൾ ഇവിടെ 5, y1 ആണെന്ന് വിചാരിക്കാം. ഇവിടെയും 5, y2 ആയിരിക്കും. y1 ഉം y2 ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. എങ്ങനെ കണ്ടുപിടിക്കാം? y1 എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇവിടെ ഈ ഒരു സൈഡും ഈക്വൽ ആണ്. അപ്പോൾ ഇതിൻ്റെ ലെങ്ത് നമുക്ക് എത്രയാണ്? 6 ആണ് കിട്ടി. അപ്പോൾ ഇതും 6 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഈ പോയിന്റും തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്രയാണ്? 6 ആണ്. അപ്പോൾ ഡിസ്റ്റൻസ് ഫോർമുല നമുക്ക് യൂസ് ചെയ്യാം. 6 എന്ന് പറയുമ്പോൾ √5 - 2 ഹോൾ സ്ക്വയർ പ്ലസ് y1 - 0 സ്ക്വയർ എന്ന് വരും. ഓക്കെ, ഇവിടെ നമ്മൾ എന്താ ചെയ്യുന്നത്? ഈ രണ്ട് ബിന്ദുക്കൾ, ഈ രണ്ട് പോയിന്റ്സ് തമ്മിലുള്ള ഡിസ്റ്റൻസ് നമ്മൾ അറിയാം, 6 ആണെന്ന് അറിയാം. അപ്പോൾ ഡിസ്റ്റൻസ് ഫോർമുല ഇവിടെ യൂസ് ചെയ്യും. അങ്ങനെ y1 നമ്മൾ കണ്ടുപിടിക്കും. യെസ്, അപ്പം 36 = രണ്ട് സൈഡും സ്ക്വയർ ചെയ്യുക. 5 - 2 എന്ന് പറഞ്ഞാൽ 3 ആണ്. അപ്പോൾ 9 + y1 സ്ക്വയർ എന്ന് വരും. അല്ലെങ്കിൽ y1 = √36 നിന്ന് 9 പോയാൽ 27 എന്ന് വരും. √27 എന്ന് വരും. യെസ്, y1 √27. y2 നിങ്ങൾ ചെയ്ത് നോക്കുക. y2 ചെയ്ത് നോക്കുമ്പോൾ -√27 എന്ന് വരും അല്ലേ? അല്ലെങ്കിൽ ഇവിടെ എന്താണ്? = ±√27 എന്നാണ് ഇവിടെ വരിക. y1 സ്ക്വയർ എന്നത് 27 എന്ന് കിട്ടും. അപ്പോൾ y1 ±√27 ആയിരിക്കും. ±√27 ആയിരിക്കും. അപ്പോൾ ഇവിടെ എന്തായിരിക്കും? ഇവിടെ +√27 ആയിരിക്കും. ഇവിടെ എന്തായിരിക്കും? -√27 ആയിരിക്കും. ഓക്കെ, അപ്പോൾ ആ പോയിന്റ്സിൻ്റെ കോർഡിനേറ്റ്സ് എന്ന് പറയുന്നത് ഏതാണ്? 5, √27 അല്ലെങ്കിൽ 5, B. ഡി എന്ന് പറയുന്നത് 5, -√27. യെസ്, അപ്പോൾ ഇങ്ങനെയാണ് ആ ഒരു കറക്റ്റ് ആൻസേഴ്സ് കിട്ടിയിട്ടുള്ളത്. സോ ഇത്രയാണ് ഇതിൽ നിന്ന് നമ്മൾ കണ്ടിരിക്കുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. ഈ ഒരു സെഷൻ ഇവിടെ അവസാനിക്കുകയാണ്. നമ്മൾ 2 സെഷൻസ്, ഇപ്പം ഈ ഒരു സെഷനും കൂടെ കൂട്ടിയിട്ട് 2 സെഷൻ നമ്മൾ റിവിഷന് വേണ്ടിയിട്ട് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഇതിൻ്റെ മുന്നത്തെ ക്ലാസ്സസ് കാണാത്തവർ നിർബന്ധമായും പോയിട്ട് ആ ക്ലാസ് കാണാം. ആൻഡ് നിങ്ങളുടെ എക്സാമിന് വേണ്ടിയിട്ടുള്ള സ്റ്റഡീസൊക്കെ നല്ല സ്ട്രോങ്ങർ ആയിട്ട്, നല്ല അടിപൊളിയായിട്ട് തന്നെ മുന്നോട്ട് പോകട്ടെ. ഇപ്പോൾ പറഞ്ഞതൊക്കെ എല്ലാം ക്ലാസ്സൊക്കെ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അങ്ങനെ ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ അറിയിക്കാം. ഓക്കെ, സോ എല്ലാവരും നല്ല അടിപൊളിയായിട്ട് പഠിക്കുക, എക്സാംസ് ഒക്കെ നല്ല അടിപൊളിയായിട്ട് അറ്റൻഡ് ചെയ്യുക. ഇനിയും ബാക്കി ചാപ്റ്റേഴ്സുമായിട്ട് നമ്മൾ വരുന്നതായിരിക്കും. സോ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഉടനെ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് എന്തായാലും ഉപകാരം ഉണ്ടാവും. നമ്മൾ ക്രിസ്മസ് എക്സാമിനും അല്ലെങ്കിൽ ഫൈനൽ എക്സാമിനും നമുക്ക് ഉപകാരപ്പെടുന്ന ചാപ്റ്റേഴ്സാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സും പിന്നെ മുന്നത്തെ പ്രീവിയസ് ഇയേഴ്സിൽ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. സോ നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ. ഓക്കെ, ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ എക്സാംസ്. താങ്ക് യു. ബൈ.